പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളുമായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകളാണ്. കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതത്തിലെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാവുന്ന നമുക്ക് ഏവർക്കും ആത്മീയ പ്രചോദനവും വിശ്വാസത്തിൽ അനുഗ്രഹവുമായിരിക്കാൻ കൂടിയായിത്തീരും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്നൊരു വാക്കിൽ പറയാമോ? ഞാൻ ഈ ടി വിയിൽ പങ്കുചേരുന്നത് ഒറീസയിലെ സമ്പൽപൂർ എന്ന ടൗണിൽ നിന്നാണ്. എൻ്റെ വൈഫും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ദൂരത്തായിരിക്കുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒറീസയിലെ വിശേഷങ്ങളും ജീവിതത്തിലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്ത ഉപകാരങ്ങളും നല്ല ഓർമ്മകളും ബാല്യകാല സ്മരണകളും മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ദാസന് തുടർമാനമായി സംസാരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ജനിച്ച വളർത്തപ്പെട്ട സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വർഷങ്ങൾ എൻ്റെ മദറിന്റെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ വീട്ടിലാണ് വളർന്നതും ജനിച്ചതുമെല്ലാം. ഞാൻ ജനിച്ച സമയത്തെ കഥകൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നും ആ ഒരു വ്യക്തി ജീവനോടെയുണ്ട്. ആ അമ്മച്ചിയുടെ പേര് എനിക്ക് മറിയാമ്മച്ചി എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ആ അമ്മച്ചി കോഴഞ്ചേരി സെന്റ് തോമസ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന KP ഫിലിപ്പ് സാറിന്റെ വൈഫാണ്. അപ്പൊ അമ്മച്ചി എന്നോട് പറയും, നിന്റെ മമ്മി ഡെലിവറി റൂമിലായിരുന്നപ്പോൾ നഴ്സുമാര് വന്ന് ചോദിച്ചു, അമ്മയെ വേണോ അതോ മോനെ വേണോ? അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഞാൻ ജനിച്ചു വീണത്. അങ്ങനെ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ മദർ പറയുന്ന ദിവസങ്ങൾ കഴിഞ്ഞാണ് നഴ്സുമാർ എന്നെ കൊണ്ട് കാണിച്ചത്. അതുവരെ ഒരു പക്ഷെങ്കിൽ അന്നത്തെ പീഡിയാട്രിക് കെയറിൽ എന്നെ ഇടേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പീഡിയാട്രിക് കെയർ, ഇൻഫാന്റ് കെയർ തരേണ്ടി വന്നിരിക്കാം. എന്നായാലും ഞാൻ ജനിച്ചത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എന്നിൽ ഒരു മൈനസ് കണ്ടുപിടിച്ചത് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് എന്നാണ്. കാരണം ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ചെറിയ ബ്ലൂ ബേബി ആയിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് എന്നെ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചു ഈ കുഞ്ഞിന് ഹാർട്ടിന് ട്രബിൾ ഉണ്ട്. അപ്പൊ പല ഡോക്ടേഴ്സും പറഞ്ഞു അന്ന് കാലത്ത് 1970-കളിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മാത്രമേ പീഡിയാട്രിക് ഹാർട്ട് സർജറി ഉള്ളൂ. അപ്പൊ അവിടെ കൊണ്ട് സർജറി ചെയ്യാനെന്നൊക്കെ പല ഡോക്ടേഴ്സും എൻ്റെ മദറിനോട് പലപ്പോഴും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നും പോലെ ഓർക്കുന്ന എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്നെ നിരന്തരം നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ബോബി കുര്യനാണ്. അദ്ദേഹം എൻ്റെ അറിവിൽ ഞാൻ വായിക്കുന്ന ലേഖനങ്ങളിൽ കഴിഞ്ഞിട വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ എവിടെയോ സ്ഥലങ്ങളിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഒരു വിസിറ്റിംഗ് സർജനായിട്ട് അദ്ദേഹം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു എൻ്റെ ഫിസിഷ്യൻ. ഞാൻ എല്ലാവരും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ, നമ്മൾ പണ്ട് IP പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഫയല് എവിടെ IP സെക്ഷനിൽ നമ്മുടെ ഫയൽ എടുപ്പിക്കണം. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ ഫയൽ എടുപ്പിക്കേണ്ട ഒരാളായിരുന്നില്ല. എൻ്റെ ഫയൽ എപ്പോഴും ഡോക്ടർ ബോബി കുര്യന്റെ ടേബിളിൽ ആ ഗ്ലാസ് ഷീറ്റിനകത്ത് കാണും. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, മോൻ തിരിച്ചു വന്നോ? എന്നെ വിളിക്കുന്ന, എൻ്റെ വീട്ടിലെ പേരായിരുന്നു എന്നെ വിളിക്കുന്ന, റെജിമോൻ തിരിച്ചു വന്നോ? എല്ലാ മാസത്തിലും ഒരു 10 ദിവസം 15 ദിവസം ഞാൻ അസുഖക്കാരനായിട്ട് ആശുപത്രി കിടന്നു. പലരും പറഞ്ഞു ഞാൻ സർവൈവ് ചെയ്യത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ മരിച്ചു പോകും.
ആ അങ്ങനെ ബെറ്റ് വെച്ച ഡോക്ടർമാരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ബോംബെ ഹോസ്പിറ്റലിൽ ബോംബെ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കണം, വരുന്നതിനും പോകുന്നതിനുമുള്ള ചെലവ് തരാമെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് വരെയും അന്ന് കാലത്തുണ്ടായിരുന്നു. എന്നാൽ അനേകരും ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മദർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 40 ദിവസമൊക്കെ ഒരു മർത്തോമാകാരിയായിരുന്നിട്ടും ഞങ്ങളുടെ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു ആലീസ് ആന്റി ഉണ്ടായിരുന്നു. ആലീസ് ആന്റി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ആലീസ് ആന്റിയുടെ കൂടെ എന്നോട് മമ്മി പറയും, മാവേലിക്കര കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു പ്രവാചകി വന്നു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു നിനക്ക് വേണ്ടി, അങ്ങനെയാണ് നിന്നെ മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഓർമ്മ, ഞാൻ ഓർമ്മ പിടിക്കുന്ന കാലയളവ് തൊട്ട് ഏകദേശം ഒരു 4 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ മദറിൻ്റെ കൂടെ ഇരിക്കും. മദർ പറഞ്ഞു എനിക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ പോകണം. ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാനും മമ്മിയുടെ കൂടെ തന്നെ വരും. അങ്ങനെ മമ്മിയുടെ കൂടെ പോകുമ്പോൾ ഒരു സൈക്കിള് പുറകിൽ നിന്ന് വന്ന് ഇടിച്ച് എൻ്റെ തലയുടെ ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പോഴും തൊട്ടാൽ അറിയാം, 18 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ ചെവിയുടെ മേളിലായിട്ട്. ഞാൻ അങ്ങനെ അബോധാവസ്ഥയിൽ പോയി. ഞാൻ പല ദിവസങ്ങൾ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് മരണത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ചെറുപ്പകാലങ്ങളിൽ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കോഴഞ്ചേരി മർത്തോമ പള്ളി ഒത്തിരി ദൂരെയായിരുന്നുകൊണ്ടും 1970-കളിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന വീട്ടിലെ ഒരു കൂട്ടായ്മ പ്രാർത്ഥനയല്ലാതെ വേറൊരു പ്രാർത്ഥനയോ ഒന്നും ഞാൻ കണ്ടു വളർന്നില്ല. പക്ഷെ എൻ്റെ വല്യപ്പച്ചനിൽ നിന്ന് ഞാൻ ഒരു കാര്യം കാണുമായിരുന്നു, അപ്പച്ചൻ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചനിൽ നിന്ന് ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു, എൻ്റെ വല്യപ്പച്ചൻ ഒത്തിരി നീതിമാനായിരുന്നു. അനീതിയായിട്ട് ഒരു കാര്യത്തിനും കൈ നീട്ടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. 104 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ആ ദേശത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രദേശത്ത്, കോഴഞ്ചേരി പ്രദേശത്ത് കുന്നേൽ പൊടിച്ചെറുക്കൻ എന്നായിരുന്നു എൻ്റെ വല്യപ്പച്ചന്റെ പേര്. പലരും അപ്പച്ചനെ വളരെ ആദരവോടുകൂടി റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വളർന്നു. ഞാൻ വലുതായി. കൂട്ടായ്മകളോ അല്ലെങ്കിൽ പള്ളിയോ ചർച്ചോ സൺഡേ സ്കൂളോ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ ദൈവവുമായിട്ടൊരു സംബന്ധം എനിക്ക് വ്യക്തിപരമായിട്ട് സ്ഥാപിക്കുവാനോ ദൈവവചനം പഠിക്കുവാനോ ഒന്നും എനിക്കൊരു സാഹചര്യം കിട്ടിയിരുന്നില്ല. ഞാൻ വളർന്നു വന്ന എൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ നടുവായിരുന്നു. ഞങ്ങളുടെ ഒരൊറ്റ വീട് ക്രിസ്ത്യാനികളും അതിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന മുഴുവനും ഹിന്ദുക്കളായിരുന്നു, ഈഴവരായിരുന്നു മൊത്തം. അപ്പം അവരിൽ നിന്ന് ഞാൻ പഠിച്ചതൊക്കെ നല്ല ഭാഷയൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എനിക്ക് 2 കൂട്ടുകാരുണ്ടായിരുന്നു, രഘു ഓർ മധു. അവന്മാർ 2 ഇരട്ടയായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു എൻ്റെ നിരന്തരം സഹവാസം. പക്ഷെ ചെറുപ്പത്തിലും ഞാൻ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമാനായിരുന്നെങ്കിലും അന്നേ പിശാചിന് എന്നോട് വളരെ വൈര്യം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. എനിക്ക് സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് രണ്ടും വന്നു. എനിക്ക് അന്ന് കാലത്ത് ഇതിന്റെ അഫക്റ്റ് എന്താണ് എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല. മെഡിക്കൽ സയൻസിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ 10-30 വയസ്സ് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. സ്മോൾ പോക്സ് വന്നാൽ അത് ബ്രെയിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ അത് അഫക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാനത് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ 4ാം ക്ലാസ് വരെ ഒരു കാര്യവും ശബ്ദമുണ്ടാക്കി പഠിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പുസ്തകം തുറന്നു നോക്കത്തേ ഉള്ളായിരുന്നു. 50-ൽ 48, 50-ൽ 45 മാർക്ക് വാങ്ങിച്ചു. പക്ഷെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഡിം ആകുന്ന പോലെ എൻ്റെ എഡ്യൂക്കേഷൻ വളരെ പുറമോട്ട് പോയി. ഞാനൊരു 50% മാർക്ക് വാങ്ങിക്കുന്ന ഒരാളായി. അത് മനസ്സിലാക്കാനുള്ള മെഡിക്കൽ പരമായിട്ടുള്ള അറിവൊന്നും എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി അത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ 5ഉം 6ഉം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് കോഴഞ്ചേരി സെന്റ് തോമസ് ബോയ്സ് ഹൈസ്കൂളിൽ പോയി. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാനൊരു ക്രിസ്തീയ പാട്ട് പഠിക്കുന്നത്. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ നാവിനാൽ. ആ പാട്ട് ഞാൻ അവിടെ വെച്ച്, അവിടെ ഒരു കൊച്ചു ചാപ്പലുണ്ട്. അപ്പം എവിടെയോ ഞങ്ങളുടെ ഒരു സാറ് അവിടെ കൊച്ചു ചാപ്പൽ എടുക്കുക. ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടിട്ട് ഞങ്ങൾ ആ ചാപ്പലിൽ ആഴ്ചയിൽ 2 ദിവസം പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് താമസിച്ച് ക്ലാസ്സിൽ ചെന്നാലും ടീച്ചർമാർ വഴക്ക് പറയുന്നില്ല.
അപ്പൊ ആ ഒരു 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 ചെറിയ സുവിശേഷത്തിന്റെ ചെറിയൊരു വിത്ത്, ആ ഒരു ആ പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ഒരു ചാപ്പലിലെ ആ ഒരു പ്രാർത്ഥന എന്റെ ഹൃദയത്തിലെ ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ എന്ന ആ ഒരൊറ്റ ചെറിയ ശബ്ദം കുഞ്ഞായിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ വീണു. എന്നാല് ആ ഞാൻ ചെറുപ്പത്തിലെ പറഞ്ഞല്ലോ, പിശാചൻ എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടില്, എന്റെ വല്യപ്പച്ചന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ഹിന്ദു സ്ത്രീ താമസിക്കുന്നു. അവർ വിധവയായിരുന്നു, അവർക്ക് ആരുമില്ലായിരുന്നു, അപ്പനും അമ്മയും ആരുമില്ലായിരുന്നു. അപ്പൊ അവർ ആ പേടി കാരണം ഞങ്ങളുടെ വീട്ടിലായിരുന്നു വന്ന് കിടക്കുന്നത്. ഞാനൊരു കൊച്ചു കുഞ്ഞു ബാലന. ആ സ്ത്രീ വന്നിട്ട് എന്നും പിശാചിന്റെ കഥ പറയും. അതുവഴി ഒരു ചങ്ങല വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു, അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന കണ്ടു. ഇത് കേട്ട് 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 ഞാൻ ഒരു ഭയമുള്ള വ്യക്തിയായിട്ട് മാറ്റപ്പെട്ടു. രാത്രി മുറ്റത്തിറങ്ങുന്ന കാര്യം എന്നെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യമല്ല. എനിക്ക് മൂത്രം ഒഴിക്കാൻ വെളിയിൽ പോകണമെങ്കിൽ തന്നെ, ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഒരാൾ കൂടെ വരണം. അങ്ങനെ ഒരു ഭയ വ്യക്തിയായി മാറി, ഭയമുള്ള ആളായിട്ട് ഞാൻ മാറി. അവിടുന്ന് അവസാനം ദൈവം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം തന്നിട്ട് ഞങ്ങള് കോഴഞ്ചേരി എന്ന് കോന്നി എന്ന് പറഞ്ഞ പ്രദേശത്ത് പോയി. അവിടെ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ഞാൻ നടത്തി. ഞാൻ +2 പഠിക്കുമ്പോൾ, അതിന് ഒരു വർഷം മുമ്പ്, +2 പഠിക്കുന്നതിന്റെ തലേ വർഷമാണെന്ന് തോന്നി, ഞാൻ മാരാമൺ കൺവെൻഷന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഡോക്ടർ AV മാസിലാമണിയുടെ പ്രസംഗം കേട്ട്. അദ്ദേഹം ഒരു ഉപമ പറഞ്ഞു. ആ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അത് രണ്ടാമതും കൺസ്ട്രക്ട് ചെയ്യാം, അത് ഉരുക്കി കൺസ്ട്രക്ട് ചെയ്യാം, ഒരിക്കലും പഴയ ഗ്ലാസ് ആയി തീരത്തില്ല. എന്നാൽ തകർന്ന ഒരു വ്യക്തി ജീവിതത്തെ പുതുക്കി പണിയുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ അതുകൊണ്ട് യേശുവിനെ സ്വീകരിപ്പാൻ ആരൊക്കെ ഹൃദയം കൊടുപ്പാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനും കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു. അത് രക്ഷിക്കപ്പെടുന്ന അനുഭവമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ, ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു കസിൻ ബ്രദർ, ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത, അദ്ദേഹം ഇന്നും ബോംബെയിലുണ്ട്. അദ്ദേഹം ബോംബെയിലെ നാലുസപ്പാറയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ തോമസ് വെല്ലിയത്തെന്ന. അപ്പം അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പഠിച്ച ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോ, അവിടെ പോയി ദൈവവചനം പഠിക്കുക. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി. അപ്പൊ എനിക്ക് മാത്രം 17 വയസ്സ് പോലും ആകുന്നില്ല, ഒരു കൊച്ചു പയ്യൻ, മീശ പോലും കിളിച്ചിട്ടില്ല, അത്രയും ഒരു കൊച്ചു പയ്യനാ ഞാൻ. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി. നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 80കളിലെ കാലയളവ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സ് നൈജീരിയൻസും മലേഷ്യൻസും ഒക്കെ വന്ന് പഠിക്കുന്ന ഒരു കാലമാണ്. അന്നത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ബൈബിൾ കോളേജ് ആയിരുന്നു ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ സിറ്റുവേഷൻ എന്നെ ഒരു പ്രാർത്ഥനയിൽ ഇൻട്രസ്റ്റ് ആയി, സുവിശേഷത്തിൽ ഇൻട്രസ്റ്റ് ആയി. ഞങ്ങൾ ഔട്ട്റീച്ചിന് പോകാൻ തുടങ്ങി, ട്രാക്ക് ഡിസ്ട്രിബ്യൂഷന് പോകാൻ തുടങ്ങി. സുവിശേഷത്തെ കുറിച്ചൊരു തീ എൻ്റെ ഹൃദയത്തിൽ വളരാനായിട്ട് തുടങ്ങി. സുവിശേഷം അറിയിക്കണം, സുവിശേഷം കേൾപ്പിക്കണം, സുവിശേഷം എന്തിനറിയിക്കണം എന്നുള്ള ആ കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ 3rd ഇയറിലെ വെക്കേഷൻ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈ വെക്കേഷന് വീട്ടിൽ പോകത്തില്ല. അങ്ങനെ ഞാൻ 3rd ഇയറിലെ വെക്കേഷന് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. എവിടെ പോകേണ്ട ഒന്നും അറിയത്തില്ല. അപ്പൊ എന്നോട് സീനിയേഴ്സ് ഒക്കെ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഫിലിപ്പേ, ഈ കൊച്ചു പയ്യൻ നിനക്കാരുടെ വടക്കേ ഇന്ത്യയിൽ സ്ഥലം തരാൻ പോകുന്നു. ഞാനിതൊന്നും കേൾക്കാതെ ഡൽഹി വന്നു. ഡൽഹി വന്നിട്ട് ഞാൻ പലരോടും ചോദിച്ചു. എന്നോട് ഓൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പുകാർ പറഞ്ഞു, പിന്നെ ബ്രദർ ഒറീസയിൽ പോയി കർത്താവിന് വില ചെയ്യാൻ. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ്, ഡൽഹി ഒറീസ ഒത്തിരി ദൂരെയാണ്, ഞാൻ ഒറീസയെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അവസാനം PG ഒറീസ് എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഇവിടെ പഠാൻകോട് വാ, ഇവിടെ BGTCയിൽ ട്രെയിനിങ് എടുക്കാം, അതിന്റെ കൂടെ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാം. ഞാൻ ഓർത്ത് ഡൽഹിക്ക് അടുത്താണല്ലോ പഠാൻകോട്. അതുമല്ലാത്ത പഞ്ചാബിലെ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്ന കാലയളവാണ് 85, 86, 87, 88 കാലയളവ്. ഞാൻ തീരുമാനിച്ചു പഞ്ചാബിൽ തന്നെ പോകാം. അങ്ങനെ ഞാൻ പഠാൻകോട് പോയി. അവിടുത്തെ സമ്മറിൽ അവിടുത്തെ BGTCയിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പൊ എൻ്റെ കൂടെ ഞങ്ങള് ഒരു പഞ്ചാബി ബ്രദർ, ഞങ്ങളുടെ ഒരു ടീമായിട്ട് ഓരോരുത്തർ പോകും. ഇന്ന് ഞാൻ ഓർക്കുന്നു,
ഞങ്ങൾ അന്ന് കാലത്ത് 86-ൽ 5 രൂപ പോയിന്റില് ഞങ്ങൾ 10-20 രൂപ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ആ 5 രൂപ പോയിന്റിൽ ഞങ്ങൾ ഏകദേശം ഒരു 14 കിലോമീറ്റർ കാണും അന്ന് 5 രൂപ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ അത്രയും ദൂരം പോയി ഞങ്ങൾ ബാഗ് നിറച്ച് ബൈബിള് കൊണ്ടുപോയാലും അതെല്ലാം തീർത്തിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തേരാ പഞ്ചാബികൾ എന്തുമാത്രം റിസപ്റ്റീവാ, ഇവർക്ക് സുവിശേഷത്തെ കുറിച്ച്. സർദാറന്മാരൊക്കെ ഞങ്ങളിൽ നിന്ന് ബൈബിള് വാങ്ങിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അന്തിച്ചു പോയി. മദ്രാസിൽ ഞാൻ ഇങ്ങനെ ഒരു ദാഹം കണ്ടിട്ടില്ലല്ലോ. ഇത് അവിടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ വിളി ഈ കേരളത്തിലല്ല, എന്റെ വിളി സൗത്ത് ഇന്ത്യയിലല്ല, എന്റെ വിളി നോർത്തിലാണെന്ന് ആ ഒരൊറ്റ ട്രിപ്പോട് കൂടി എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ എന്റെ കോഴ്സ് തീർത്തിട്ട് ഫോർത്ത് ഇയറിലെ കോഴ്സ് തീർന്നപ്പോൾ ഞാൻ ഓർത്തു ആരുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ എന്നോട് ഒരു ബ്രദർ പറഞ്ഞു, ഡൽഹിയിൽ ഒരു സംഘടനയുണ്ട് പുതുതായിട്ട് തുടങ്ങിയ, അതിന്റെ ലീഡേഴ്സ് ഒക്കെ XOMers ആണ്, മലയാളികളാണ്, അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ PTL ജോയിൻ ചെയ്തു. ഞങ്ങൾ ടീമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടീമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഹരിയാനയിലെ ഫരീദാബാദും ബല്ലഭഗഡുമോ ദൈവത്തിന്റെ, ഞാൻ ഇന്നും അതൊരു വലിയ ഒരു ലക്കായിട്ട് അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞങ്ങള് ടീം ആയിട്ട് താമസിച്ച ആ ബല്ലഭഗഡ് മുതൽ ഹരിയാനയിലെ പുരാന ഹരിയാന, ഫരീദാബാദ്, പഴയ ഫരീദാബാദ് മൊത്തം സെക്ടറുകളിലും മൊത്തം വീടുകളിലും ഞങ്ങൾ ജോൺസ് ഗോസ്പൽ എത്തിച്ചു. ഞങ്ങൾ അങ്ങനെ അപ്പം ഞാൻ ഫോർത്ത് ഇയർ ആയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നില്ല, സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്, സ്നാനം ആവശ്യമാണെന്ന് ഞാൻ എൻ്റെ ലൈബ്രറി പഠിത്തം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ആരും പെന്തക്കോസ്തുകാർ പറഞ്ഞതോ അല്ലെങ്കിൽ ആരോടും എന്നോട് സുവിശേഷം പറഞ്ഞതോ ഒന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ഫരീദാബാദില് ഇമ്മാനുവൽ മിഷൻ സ്കൂളിന്റെ ഒരു സ്കൂളുണ്ട് ഫരീദാബാദിൽ, ഇപ്പോഴും അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നടത്തുന്ന അന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഒരു പാസ്റ്റർ പൗലോസ് ആയിരുന്നു. അപ്പൊ പുള്ളി ഒരു ദിവസം ഇങ്ങനെ ഒരു ആൾട്ടർ കോൾ കൊടുത്തു, ആരുണ്ട് സ്നാനപ്പെടാൻ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ കൊണ്ടുവന്ന നാഥുറാം പാണ്ഡെ എന്ന് പറയുന്ന ഒരു പാണ്ഡെയും ഞാനും 1987 ജൂലൈ 3-ാം തീയതി ഡൽഹിക്ക് അടുത്തുള്ള ബഡക്കൽ ലേഖയിൽ വെച്ച് സ്നാനപ്പെട്ടു. ഞാൻ അങ്ങനെ 6 മാസം PTL നിന്നപ്പോൾ ഞങ്ങൾ അവസാനം, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ആശ്രമത്തായിരുന്നു. ആശ്രമത്ത് ഫുൾ ഗോസ്പൽ ചർച്ചകോടിന്റെ കൂടെ അവരുടെ കൂടെ താമസിച്ച് അവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിൾ വരാൻ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വയ്യാത്തൊരു സ്റ്റേജിൽ ഞാൻ പിന്നെ 7 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ ഞാൻ ചെന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ മർത്തോമക്കാരനാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് കഴിഞ്ഞാലും മർത്തോമക്കാരനാണ്. ഞങ്ങളുടെ ചർച്ച് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മർത്തോമ ചർച്ച് എന്നെ ചർച്ചിന്റെ യുവജന സഖ്യം സെക്രട്ടറി ആക്കി. അച്ഛനില്ലാത്ത ആഴ്ചയിൽ പ്രസംഗിക്കുന്ന ആളാക്കി. അങ്ങനെ അച്ഛൻ ആഴ്ചയിലെ മാസത്തിൽ 2 പ്രാവശ്യമേ അച്ഛൻ വരത്തുള്ളൂ. അല്ലാത്ത 2 ആഴ്ച എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. യുവജന സഖ്യത്തില് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് അപ്പച്ചന്മാര് പറഞ്ഞു, ഇപ്പൊ ഒരു കൺവെൻഷൻ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഒരു കൺവെൻഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പോ ഞങ്ങള് 5 ദിവസത്തെ ഒരു കൺവെൻഷൻ വെച്ചു. ആകെ പോകെ ഞങ്ങളുടെ ഫണ്ടിൽ 75 രൂപയുണ്ട്. അപ്പൊ എന്റെ ട്രഷറർ ആയിരുന്ന യുവജന സഖ്യത്തിന്റെ ട്രഷറർ ആയിരിക്കുന്ന മണലൂരെ സാംസൺ എന്നോട് പറഞ്ഞു, റെജി എന്തു വന്നാലേ നമ്മുടെ ഈ കൺവെൻഷൻ നടത്തും, എന്റെ 1 മാസത്തെ ശമ്പളം പോയാലും വേണ്ടിയല്ല. അന്ന് സാംസൺ ഏകദേശം എനിക്ക് തോന്നുന്നു 3500 രൂപയോളം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മൊത്തം ശമ്പളം ഇതിനു വേണ്ടി കളഞ്ഞാലേ നമ്മൾ ഈ കൺവെൻഷൻ നടത്തുക. അങ്ങനെ ഏബ്രഹാം ലിങ്കൺ അച്ഛന് അന്ന് വടശ്ശേരിക്കരയുടെ തലച്ചിറ ഒരു ജോൺസൺ അച്ഛൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ഒരു ജോൺസൺ അച്ഛന്. അങ്ങനെ 5 പേരെ വിളിച്ച് ഞങ്ങളൊരു ഭയങ്കര കൺവെൻഷൻ നടത്തി. വന്ന എല്ലാവർക്കും പൈസ കൊടുത്തു. അവസാനം ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തപ്പോൾ 75 രൂപ ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നു. അട്ടച്ചാക്കലിന്റെ പ്രദേശം അതുപോലെ ഒരു കൺവെൻഷൻ അതിന് മുമ്പോ അതിന് പിമ്പോ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന കാലത്ത് ഒരിക്കലും ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരാനിടയായി. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, രക്ഷിക്കപ്പെടണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഓൾറെഡി രക്ഷിക്കപ്പെട്ടതാ. അന്നേരം പറഞ്ഞു, സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടതാ. അപ്പൊ എന്നോട് പറഞ്ഞു, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂടെ ആരാധിക്കണം. അത് ഇച്ചിരി കട്ടിയായി പോയി. ഞാൻ ഓർത്ത് ഇനിയിപ്പൊ എന്നാ ചെയ്യുന്നേ.
ഞാനങ്ങനെ കോന്നിയില് ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിൽ അതിന്റെ തൊട്ടടുത്ത ആഴ്ച തൊട്ട് ആരാധനയ്ക്ക് പോയി. അപ്പോഴേക്കും എന്റെ വീട്ടിൽ പ്രതികൂലമായി. എന്റെ ഫാദറും മദറും എന്നോട് എതിർപ്പായി. അപ്പൊ എനിക്ക് ഇന്നൊന്നും പോലെ ഓർമ്മയുണ്ട്, ഞാൻ പോകുമ്പോ എന്റെ അമ്മ എനിക്ക് 1 രൂപ സ്വോത്രകാഴ്ച തരും. അന്ന് രാജൻ സി ജോർജ് എന്ന് പറയുന്ന ഒരു മലയാളി ഒരു ചർച്ചകളിലെ പാസ്റ്റായിട്ട് അന്ന് അവിടെ ഇരിക്കുന്ന കാലമാണ്. അവിടെ ഞാൻ 1 വർഷം ആരാധന ഞാൻ പങ്കിടുമ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നു, എന്റെ ഫാമിലിയെ കൂടെ നീ എനിക്ക് തരണം. അങ്ങനെ ഞാൻ ഈ മർത്തോമ്മ സഭ വിടുന്ന കാലയളവില് ഞാൻ ഏബ്രഹാം ലിങ്കൻ അച്ഛനുമായിട്ട് വളരെ സ്നേഹത്തിലായി. അച്ഛൻ എന്റെ ഫാദറിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു സ്നേഹമുണ്ട്. അങ്ങനെ അച്ഛനോട് ഒപ്പം ഞാൻ സഹകരിക്കാൻ തുടങ്ങി. അച്ഛൻ ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന മന്നമരുതി സ്ഥലത്ത് വെച്ചു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥന ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, എടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ അവിടെ പോയി, എനിക്ക് ഉപവാസം എന്താണെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ ആ ആഗ്രഹം കൊണ്ട് 13 ദിവസം ഓരോ നേരം ഭക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. 13 ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഉപവസിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പിന്നെ അവസാനത്തെ 7 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ആ 20ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് ആ വിഷയം എനിക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ആദ്യം കിട്ടുന്നത് ഒരു വാക്കാ. എനിക്ക് ഇപ്പോഴാ വാക്ക് ഓർമ്മയില്ല ഏത് വാക്കാ ഞാൻ അന്യഭാഷയിൽ ആദ്യം പറഞ്ഞതാണ്. ദൈവം ആദ്യം എനിക്ക് തന്ന ഗിഫ്റ്റ് ഡിസേണിങ് ആയിരുന്നു. അത് ഡിസേണിങ് ആണെന്ന് മനസ്സിലാകാൻ കാരണം അവിടെ വന്നൊരു ഭാര്യയും ഭർത്താവും അവിടെ ഇരുന്നപ്പോ ഞാൻ അച്ഛനോട് പറയാ, ഇവർക്ക് പിള്ളേരുണ്ടാവുന്നില്ല, അതുകൊണ്ടല്ലേ ഇവർ പ്രാർത്ഥിക്കാൻ വന്നത്. അച്ഛനൊന്ന് ചിരിച്ചു എന്നെ കണ്ടിട്ട്. അപ്പൊ അച്ഛന് മനസ്സിലായി ഇവൻ അഭിഷേകം പ്രാപിച്ചു എന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മയിലെ ഈ പാസ്റ്ററുടെ വാക്ക് കേട്ട് ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മ വന്നപ്പോൾ എന്നെ വളരെ കൈത്താങ്ങൽ തന്ന ഞങ്ങളുടെ നാട്ടിലെ കോന്നിയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് UN തോമസ് എന്നായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച ആദ്യ നിര പെന്തക്കോസ്ത് പ്രവാചകന്മാരുടെ മധ്യത്തിൽ. അത് പറഞ്ഞു ആദ്യ നിര പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ വാര്യവര യോനാച്ചന്, കലൈപുരം അന്നമ്മാമ്മ, പിന്നെ അങ്ങനെ അവരുടെ തൃക്കുന്നപ്പുഴ അന്നമ്മാമ്മ, ആ ഒരു ബാച്ചിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കൊന്നപ്പാറ കുഞ്ഞൂച്ചൻ അഥവാ കോടുകുളഞ്ഞി കുഞ്ഞൂച്ചൻ എന്ന് പറഞ്ഞ പ്രവാചകൻ. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത് ഞാൻ മിക്കവാറും അപ്പച്ചന്റെ അടുത്ത് പോകുമായിരുന്നു. അപ്പച്ചന്റെ അടുത്ത് പോകണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ നടക്കണം. ഞാൻ നടന്നവിടെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ വൈഫിനോട് പറയും, ഡി റെജിമോ വന്നു, നീ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. ഞാൻ കഴിച്ചതാന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. ജബർദസ്തി എന്നെ പിടിച്ച ആഹാരം തിരിക്കും, ഞാനത് കഴിക്കും. കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോ അടുത്തത് ദൂത. അപ്പച്ചനൊന്ന് ചിരിച്ചിട്ട് പിന്നെ അപ്പച്ചന് പ്രാർത്ഥിക്കുമൊന്നും വേണ്ട, അത് ആത്മാവില അപ്പച്ചൻ ഇരിക്കുന്ന. അപ്പച്ചൻ അടുത്ത ദൂതാ തുടങ്ങണം. എന്നോട് പറയാൻ, റെജിമോനെ, നീ രക്ഷിക്കപ്പെട്ട 10 പേര് ഗുണപ്പെടുകയാണ്. അങ്ങനെ ആ അപ്പച്ചൻ എന്നെ വളരെ, എന്റെ മാതാപിതാക്കള് പെന്തക്കോസ്തി വരാതെ നിൽക്കുന്ന കാലയളവില് എന്നെ ആ അപ്പച്ചൻ ഒത്തിരി കൈത്താങ്ങൽ, ഒരു സ്വന്തം വീട് പോലെ അവരെന്നെ കരുതി. അങ്ങനെ എന്റെ ഫാദറും മദറും എന്നോട് വളരെ മാനുഷികമായിട്ട് ദ്വന്ദ്വയുദ്ധം തുടങ്ങി. എന്നാൽ എന്റെ ഫാദറിനും മദറിനും ദൈവം സന്ദർശിച്ചു. എന്റെ ഫാദർ രക്തം ഛർദ്ദിച്ച് ഞങ്ങളുടെ വീട് മുതല് തിരുവല്ല മിഷൻ ഹോസ്പിറ്റൽ, പുഷ്പഗിരി ഹോസ്പിറ്റൽ വരെ രക്തം ഛർദ്ദിച്ചു. പുള്ളി തട്ടിപ്പോയെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെങ്കിൽ അവിടുന്ന് ദൈവം മരിക്കാതെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് എന്റെ മദർ 40 ദിവസം നട്ടലിന്റെ കണ്ണി അകന്ന് ആശുപത്രിയിൽ കിടന്നു, അതും പുഷ്പഗിരി കിടന്നു. ഇങ്ങനൊരു വിസിറ്റ് വന്നപ്പോൾ ഓതറയുള്ള ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ എന്റെ ഫാദറും മദറും സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവര് അവിടെ വെച്ച് കോന്നി വെച്ച് സ്നാനപ്പെട്ടു. അപ്പൊ അവര് സ്നാനപ്പെട്ട സമയത്ത് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന IPC സഭയിലുണ്ടായിരുന്നത് എന്റെ ഫാദറിന്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ചർച്ച കൂടി പോകാതെ ആ കൊന്നപ്പാറ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കടന്നു പോവുകയും ഞങ്ങളവിടെ കടന്നു എന്നത് മുഖാന്തരം അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ കാലയളവിൽ തന്നെ ഞാൻ അഭിഷേകം പ്രാപിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ ഒരിക്കല് കുമ്പനാട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുമ്പനാട്ടൂന്ന്
ഓതറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ഷാരോൺ ചർച്ച് ഉണ്ട്. അപ്പൊ ഞാൻ ആ ഷാരോൺ ചർച്ചിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ പ്രവചനം വരും. ഈ പ്രാർത്ഥനയും പ്രവചനവും എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ പ്രവചനം പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിർത്തി കഴിഞ്ഞിട്ട് വേണം ആ വ്യക്തിക്ക് വേണ്ടി ദൂത് പറയാൻ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ദൂത് പറയാൻ തുടങ്ങി, ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നെ നിന്ന 2 വർഷത്തോളം കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഒത്തിരി സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിന് വേല ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു. പല ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആദ്യകാല നമ്മുടെ ആത്മീയ തലമുറ അവരെ കാണുക മാത്രമല്ല അവരോടൊപ്പം ശുശ്രൂഷിപ്പാനും ദൈവം സഹായിച്ചു. മാങ്ങാനം ജോസഫ്, കലൈപുരം അന്നമ്മ, പിന്നെ വാര്യാപുരം യോനാചായൻ, മുറ്റടി അച്ഛൻ കുഞ്ഞ്, വാഴമുട്ട മനിയും കുഞ്ഞ്, അങ്ങനെ പിന്നെ ഇന്ന് നമ്മുടെ അഞ്ചലിലുള്ള സാമച്ചൻ, അന്ന് ഞങ്ങൾ വിളിക്കുന്ന അഞ്ചൽ സാമച്ചൻ എന്നല്ല, ഞാൻ വിളിക്കുന്ന ചായലോട് സാമച്ചൻ. അന്ന് സാമച്ചൻ താമസിക്കുന്നത് ചന്ദനപ്പള്ളിക്ക് അടുത്ത് ചായലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുള്ളി അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരിക്കലെ അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ താമസിക്കേണ്ടി വന്നു. എന്നോട് പറഞ്ഞു, റജിമോനെ നാളെ മീറ്റിങ്ങിന് വരണമെങ്കിൽ റജിമോൻ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായന്റെ കൂടെ അന്ന് താമസം. അന്ന് പാസ്റ്റർ സാമച്ചൻ കല്യാണം കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം ആചാര്യനെ ജബർദസ്തി, ഞാൻ പറഞ്ഞു എന്റെ വേദപുസ്തകം ഇല്ല. എന്നോട് പറഞ്ഞു വേദപുസ്തകത്തിന് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് ജബർദസ്തി കൊണ്ടുപോയി അന്ന് അടൂര് വെള്ളക്കുളങ്ങര ചർച്ചക്കോട് സാമച്ചാൻ ഇരിക്കുന്ന കാലത്ത് അവിടെ പോയി അന്ന് അവിടെ ശുശ്രൂഷിച്ചു. സാമച്ചാൻ പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ എല്ലാവരും അന്ന് കാലത്ത് അറിയപ്പെടുന്ന എല്ലാ ശുശ്രൂഷകരോടും ഒപ്പം ശുശ്രൂഷിപ്പാനിടയായി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പിന്നെയും ദൈവം എന്നെ ഇവിടെ നിർത്തത്തില്ല, എനിക്ക് വടക്കേ ഇന്ത്യക്ക് മടങ്ങണം, ഞാൻ മടങ്ങും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെപ്പോഴെങ്കിലും സംഭവിക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ 1991 ഞാനിങ്ങനെ ഞങ്ങളുടെ ചർച്ചകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റ് ആയിരിക്കുന്ന AT ചാക്കോച്ചാൻ പറഞ്ഞു, മോനെ നമ്മൾ IPC-ക്കാരാണ്, അപ്പൊ IPC-ക്കാരായിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുമ്പനാട്ട് പോയിന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ ഓൾറെഡി 3-4 വർഷം പഠിച്ചതായി, ഇനിയും കുമ്പനാട്ട് പോകണോ? ഞാൻ പറയാം. അപ്പൊ ഞങ്ങളുടെ സഭക്കാരും അതിനങ്ങ് ഇതായി. ഞങ്ങളുടെ സഭയിൽ ഒരു ഒത്തിരി പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചന് നല്ല വോയിസ് ആയിരുന്നു നമ്മുടെ IPC സഭയില്. അപ്പച്ചന് ഒരിക്കല് TS ഏബ്രഹാം എന്നും പറഞ്ഞു, കുഞ്ഞുഞ്ഞെ ഈ മോന് നീ ഒരു സീറ്റ് കൊടുക്കണം അവിടെ. അപ്പം അപ്പച്ചന് അന്ന് എനിക്ക് തോന്നുന്നു TS ഏബ്രഹാമിന് അന്ന് 70 വയസ്സേ ഉള്ളൂ, അപ്പച്ചന് 95-97 വയസ്സുണ്ട്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞ TS ഏബ്രഹാം കേട്ടു. അങ്ങനെ ഞാൻ കുമ്പനാട് ഹെബ്രോണിലും 1 വർഷം പഠിച്ച്, കുമ്പനാട് ഹെബ്രോണിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒന്നിച്ച് നടത്തുന്ന കാലമാണ്. ഇംഗ്ലീഷ് മീഡിയം TS ഏബ്രഹാമും മലയാളം മീഡിയം IPC സ്റ്റേറ്റ് നടത്തുന്ന കാലയളവാണ്. അത് കഴിഞ്ഞ ഇന്ത്യ ബൈബിൾ കോളേജ് ഉണ്ടാകുന്നത് 2000, എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ അത് ഇന്ത്യ ബൈബിൾ കോളേജായിട്ട് സെപ്പറേറ്റഡ് ആവുന്നത്. അങ്ങനെ നിൽക്കുന്ന കാലത്ത് ദൈവം എന്നെ വടക്കേ ഇന്ത്യയിലേക്ക് അയച്ചു. ഞാൻ വടക്കേ ഇന്ത്യ വന്നു. ഞാനൊരു സംഘടനയില് പിന്നെ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് തുടങ്ങി. അത് ആ സംഘടനയുടെ പേര് ലാംസ് ഫോർ ക്രൈസ്റ്റ് എന്നായിരുന്നു. അതിന്റെ പ്രൊമോഷണൽ വർക്കിന് വേണ്ടി, ഫണ്ട് റൈസിങ്ങിനൊക്കെ വേണ്ടി ഞാൻ വർക്ക് ചെയ്തു. അത് ഇവിടെ റായ്പൂരിനടുത്ത് ദംദരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് 92 ദൈവം ഒരു ഉപവാസ പ്രാർത്ഥനയില് അതിന്റെ പരിണിത ഫലമായിട്ട് ദൈവം എൻ്റെ ഭാര്യ ആരാണെന്ന് വെളിപ്പെടുത്തി എനിക്ക് ഞങ്ങളുടെ കല്യാണം ദൈവം അതിന് അത്ഭുതകരമായിട്ട് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ തിരിച്ചു കയറി. അപ്പം എൻ്റെ ഉദ്ദേശം മിനിസ്ട്രി ചെയ്യണം. എന്നാൽ എൻ്റെ വൈഫിന് ബോണ്ടുണ്ട്. അപ്പം ബോണ്ട് വിട്ടിട്ട് ഞങ്ങൾക്ക് ബോണ്ട് അടച്ചിട്ട് മിനിസ്ട്രി ചെയ്യാനുള്ള വഴിയില്ല. അന്ന് ബോണ്ട് അടയ്ക്കണേ എനിക്ക് തോന്നുന്നു 18,000 രൂപയായിട്ട് കൊടുക്കണം. ഞാൻ ഓർത്തു PTL അന്നും PTL അലക്സിയാൻ പറഞ്ഞു, ഫിലിപ്പ് ജോയിൻ ചെയ്യുന്ന ജോലി ചെയ്തോ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാം, അവിടെ തന്നെ വർക്ക് ചെയ്താൽ മതി എന്ന്. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഞാൻ ഇപ്പൊ EHLും റേച്ചാൻ ഇങ്ങനെ PTLുമായിട്ട് ഒരേ സ്ഥലത്ത് താമസിച്ച് 2 സംഘടനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഉപേക്ഷിച്ചു. അവസാനം
അന്ന് ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ട് ആയിരുന്നത് ഡോക്ടർ ബെഞ്ചമിനും ഡോക്ടർ മിസസ് ബെഞ്ചമിനുമാണ്. ഡോക്ടർ മിസസ് ബെഞ്ചമിൻ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ മോള. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് അഗസ്റ്റിൻ സാലിൻസ് എന്ന. അദ്ദേഹത്തിന് ഇന്ത്യൻ മിഷൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വീപ്പിംഗ് പ്രോഫറ്റ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ഇന്ത്യയിലെ കരയുന്ന പ്രവാചകൻ എന്നായിരുന്നു പുള്ളിയെ അറിയപ്പെടുന്നത്. ഒരു ബ്രദറുകാരനായിരുന്നു അഗസ്റ്റിൻ സാലിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മോളായിരുന്നു. അപ്പൊ അവർക്കൊക്കെ സുവിശേഷ വേല ചെയ്യണം. പക്ഷെ എന്നോട് പറഞ്ഞു, ഫിലിപ്പ്, സുവിശേഷ വേല ചെയ്യാം, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ചാപ്ലിന്റെ പോസ്റ്റ് ഇല്ല, അതുകൊണ്ട് നീ കമ്മ്യൂണിറ്റി ഹെൽത്ത് എടുക്കുക. കമ്മ്യൂണിറ്റി ഹെൽത്ത് എടുത്തിട്ട് അതിന്റെ കൂടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിനായിട്ട് മസൂറി കടന്നുപോയി. 3.5 മാസത്തെ ട്രെയിനിങ് അവരെനിക്ക് തന്നു. അവിടുന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ ഒരു 10-18 ഗ്രാമങ്ങള് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സിനോട് ചോദിച്ചിട്ട് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു. ഞങ്ങൾക്കൊരു വണ്ടിയൊക്കെ ആയി. ടീം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അസിസ്റ്റന്റ്, ഒരു ലൂക്കോസ്, പിന്നെ 2 നേഴ്സുമാര്. ഞങ്ങളെ ഗ്രാമത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സ്കൂളിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രാമത്തിൽ കയറാൻ. അങ്ങനെ എന്നോട് ആദ്യമേ മാഡം പറഞ്ഞു, നീ ഫിലിപ്പ് സുവിശേഷം അറിയിക്കണം. ഞാൻ പറഞ്ഞു, മാഡം, ഈ ഗ്രാമത്തിലുള്ളവരുടെ പൾസ് ഒന്ന് മനസ്സിലാവട്ടെ, പതുക്കെ നമുക്ക് സുവിശേഷം അറിയിക്കാം. നമ്മൾ ചാടിക്കയറി സുവിശേഷം അറിയിച്ചിട്ട് അവർ നമ്മളെ തല്ലിച്ചാടിക്കണ്ടായല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പറയുന്നൊന്നും ഇവരുടെ തലയിൽ കയറുന്നില്ല എന്ന് തോന്നി. അങ്ങനെ ഇരുന്നപ്പം ഞാൻ വാരണാസിയിലുള്ള ഞങ്ങളുടെ 2 സ്നേഹിതർ, ഒന്ന് ബനാറസിൽ ഇപ്പോഴും ആ പുള്ളിയുണ്ട്, പാസ്റ്റർ ബിജോയ് മാത്യു എന്ന് പറയും. പാസ്റ്റർ ബിജോയ് മാത്യുവിനെയും അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അവർ 2 പേരെ ഞാൻ വിളിച്ചു. അപ്പൊ അന്ന് ബിജോയ് ചായന്റെ കയ്യിൽ യേശു ദയാസാഗർ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിം അവരുടെ കയ്യിലുണ്ട്. അവര് വന്നിട്ട് ഞങ്ങളുടെ 3-4 ഗ്രാമങ്ങളിൽ ഞങ്ങളോടൊപ്പം താമസിച്ച് യേശുവിന്റെ ആ ഫിലിം കാണിച്ചു. അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയി. ആൾക്കാരുടെ തലമണ്ടയിൽ ഇതിനകത്ത് കയറാൻ തുടങ്ങി. യേശു ആരാണ്, ജനത്തിനു വേണ്ടി എന്തു ചെയ്തു എന്ന് ദയാസാഗർ ഫിലിം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ നിന്ന് 9 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 9 കുടുംബം മുന്നോട്ട് വന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണന്മാരെല്ലാം എതിരായി. അവര് പറഞ്ഞു, ഈ മദ്രാസിയെ തല്ലും, ഈ മദ്രാസിയെ കൊല്ലും. അപ്പം അന്ന് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ബഹുജൻ സമാജ് പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ ആൾക്കാരെല്ലാം BSPക്കാരാണ്. ബഹുജൻ സമാജ് പാർട്ടിയിലുള്ള അഫിലിയേഷനുള്ള ആൾക്കാരാണ് ആ ഗ്രാമത്തിന്റെ ആ വശത്തോ. എന്ന് പറഞ്ഞാൽ ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ 8 ടോളയാണ്. ഓരോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടോളയിൽ 40 വീട്, 20 വീട്, 30 വീട്, അങ്ങനെ അലകലക ടോളയുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ ഇവിടെ 10 വീട്, അവിടെ 10 വീട്. ഈ ഓരോ വീടുകളിലും തമ്മില് ഒരു 1.5 കിലോമീറ്റർ, 1/4 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഓരോ സ്ഥലങ്ങളുമായിട്ട്. അപ്പൊ ഓരോ ജാതിക്കാരാണ് ഓരോരുത്തടുത്ത് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ബഹുജൻ സമാജ് പാർട്ടിക്കാർ. അവര് പറഞ്ഞു, ഞങ്ങളുടെ ഭയ്യാജിയെ തൊട്ടാൽ ഇവിടെ രക്തപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ബൈക്കിലും ഞങ്ങളുടെ ടീം ലാൻഡ് റോവറിലും ഞാൻ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഉണ്ട്, ഒരു സൈഡിൽ കുറച്ച് പേര് ലാഠിയുമായിട്ട് നിൽക്കുന്നു, ഒരു സൈഡിൽ വേറെ കുറച്ച് പേര് ലാഠിയുമായിട്ട് നിൽക്കുന്നു. എനിക്കൊരു കഥയും മനസ്സിലായില്ല എന്താണ് ഇവിടുത്തെ സംഭവം. എന്നാൽ ദൈവം അവിടെ ഒരു മർദ്ദനം ഉണ്ടാക്കാനോ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനോ ഇടയായില്ല. അവര് പിന്നെ ഞങ്ങളെ ശല്യം ചെയ്തു. ഞങ്ങളെ കർത്താവിന്റെ വേല എങ്ങനെങ്കിലും മുടക്കണമെന്നുള്ള രീതിയിൽ അവര് ശല്യം ചെയ്തു. ഒരിക്കൽ ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായപ്പോൾ പോലീസുകാരനാണെന്ന്. മഫ്തിയിലായിരുന്നു. നീ എപ്പോഴൊക്കെയാ ഇവിടെ വരുന്നത്, എങ്ങനെയൊക്കെയാ വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ കൃപയുണ്ടായി. ആ കൃപ എന്തുവാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ അന്നത്തെ അവിടുത്തെ SP ഡേവിഡ് ലൂക്കോസ് രത്നം എന്ന DL രത്നമാൻ, പുള്ളി ഒരു രാജമന്ത്രിക്കാരൻ, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസിയായിരുന്നു, മെതഡിസ്റ്റുകാരനായിരുന്നു. അപ്പം ഞങ്ങളുടെ നേതാക്കന്മാർ എന്നിട്ട് SHOട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ പോലീസുകാരൻ എന്തോ ഈ കാണിക്കുന്നത്, നാളെ സാറിന് ട്രാൻസ്ഫറാ, കപ്താൻ സാബ് ആത്മീയ കപ്താൻ സാബിന്റെ ആളാ ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുന്നത്. ഇപ്പം സാർ അറിഞ്ഞ കപ്താൻ സാബ് അറിഞ്ഞു കഴിഞ്ഞാൽ SHOട് പറഞ്ഞു, നാളെ നിനക്ക് ട്രാൻസ്ഫറാ. SHO പേടിച്ചു പോയി. SHO പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നാടാ ചെയ്തേ, അവിടെ നല്ല മനുഷ്യരൊക്കെ മെഡിക്കൽ വർക്കിന് വരുമ്പോ അവരെ നീ വരിട്ട് കാണുന്നു. അതോടുകൂടി ആ ഗ്രാമത്തിലെ എതിര് ദൈവം നിഷ്കരുണം
ചവച്ച് അല്ലെങ്കിൽ അത് അത് ഒതുക്കിക്കളഞ്ഞു. ആ ഗ്രാമത്തില് അനേകർ, പിന്നെ ഞങ്ങള് 3 കഴിയുമ്പോൾ അനേകർ കർത്താവിന്റെ വേലയിൽ വന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്നൊരു പയ്യൻ വിശ്വാസത്തിൽ വന്നു. അവന്റെ കഥ ഭയങ്കര രസമാണ്. ഞാൻ ഒരിക്കലെ വൈകിട്ട് ഇങ്ങനെ ഞങ്ങളുടെ മെഡിക്കൽ വർക്ക് നടന്നിട്ട് ഞാൻ നിന്ന് സുവിശേഷത്തിന് വേണ്ടി പ്രസംഗിക്കുക. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ഒരു പച്ച കുർത്ത ഇട്ടിട്ട് ഒരു നിൽക്കുന്നു. അപ്പം ഇവനൊരു കൊച്ചു പയ്യനാണല്ലോ. ദൈവവചനം പറഞ്ഞു, ദൈവവചനം വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിച്ചു. ഇവനും രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നേ, ഇവൻ ഒരു MP-യുടെ ഗണ്ണറാണ്. ഇവർ ഈ സുവിശേഷം കേട്ടോണ്ടിരിക്കുമ്പോഴും ഒരു കൈ പോക്കറ്റിലായിരുന്നു, ആ പോക്കറ്റിൽ കിടന്നത് തോക്കായിരുന്നു. ആ ലോഡഡ് തോക്കായിരുന്നു അവൻ ഇട്ടുകൊണ്ട് നടന്നത്. പിന്നെ ഞാൻ അറിയുന്നത്, ആ ബലിയായിലെ ഒരു അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ പണ്ടത്തെ ചീഫ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആ ചന്ദ്രശേഖറിന്റെ ബ്രദറിന്റെ മോനായിരുന്നു ആ MP. ആ MP-യുടെ ഗണ്ണറായിരുന്നു അവൻ. അങ്ങനെ അവനെ ഞങ്ങൾ വിശ്വാസി വന്നപ്പോ അവനെ ഞങ്ങൾ ട്രെയിനിങ്ങിന് GF, അന്ന് വടക്കേ ഇന്ത്യയില് ട്രെയിനിങ് ഉള്ള വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഹർദോയില് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ട്രെയിനിങ് ഉണ്ട്, അത് ഹിന്ദിയിലാണ്. അല്ലെങ്കിൽ GFIയുടെ ട്രെയിനിങ് സെന്ററിൽ കൊണ്ടും ഗോരഖ്പൂരിൽ. അപ്പൊ GFI ട്രെയിനിങ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തമായിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. 6 മാസം ട്രെയിനിങ്ങേ ഉള്ളൂ. അങ്ങനെ അവനെ ഞങ്ങൾ ട്രെയിനിങ്ങിന് വിട്ടു. അവൻ പാസ്റ്ററായി. പിന്നെ ഞാൻ അറിയുന്നേ, അവനെ പിന്നെ നാളുകൾക്ക് ശേഷം ഞാൻ കാണുമ്പോഴേ അറിയുന്നേ, അവൻ മുഖാന്തരം 22 പേരോളം കർത്താവിന്റെ വേലയിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം വരുവാനിടയായിട്ടുണ്ട്. അപ്പൊ പലരും, ഞാൻ ആ ഗ്രാമത്തിലൊക്കെ ചെല്ലുമ്പോൾ പലരും എന്നെ കണ്ടിട്ട് കാല് വന്ന് വന്നിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ ഒരിക്കലും കാണാമെന്ന് പ്രതീക്ഷിച്ചതല്ല, സാറിന്റെ പേര് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഒരു വ്യക്തി മുഖാന്തരം അവന്റെ 3-ാം തലമുറ, ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ 4-ാം തലമുറ കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ ആ പ്രദേശത്ത് ദൈവം വളരെ വ്യക്തമായി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് സഹായിച്ചു. അപ്പൊ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു വ്യത്യാസമില്ല. യൗവനമായിരുന്നു, എന്റെ നല്ല പ്രായമായിരുന്നു, 27-28 വയസ്സിന്റെ സമയമായിരുന്നു. ശരിക്കും ഓടാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് സുവിശേഷം എങ്ങനെയൊക്കെ അറിയിക്കാൻ ഒക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ അറിയിക്കുമായിരുന്നു. അത് ആ പ്രദേശത്ത് അനേക ജീവിതങ്ങൾ പിന്നാലെ കർത്താവിലേക്ക് വരാൻ കാരണമായിട്ട് തീർന്നു. ആ 4 വർഷം ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ മിഷൻ ഹോസ്പിറ്റലില് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങളുണ്ട്. ഞങ്ങളുടെ 2 പേരുടെ ശമ്പളം പോലും ഇന്നത്തെ ഒരു പ്യൂണിന്റെ ശമ്പളം പോലും ഇല്ല. അന്ന് കാലത്ത് കിട്ടുന്ന ശമ്പളം തുച്ഛമായ ശമ്പളമാണ്. മിഷൻ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ കാര്യം പോട്ട്, ഒരു ഡോക്ടറിന് കിട്ടുന്ന 6000 രൂപയായിരുന്നു. അപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ, മറ്റുള്ള ഒരു PG ഡോക്ടറിന് കിട്ടുന്ന 8000 രൂപയായിരുന്നു. അപ്പം എന്നാലും വളരെ സന്തോഷമുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി, ഒരു സ്പിരിച്വൽ ഫാമിലി ദൈവം തന്നു. അവരോടൊപ്പം 4 വർഷം ഞങ്ങള് റോബർട്ട്സ് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. അവിടെ നിന്ന് ഞങ്ങള് വൈഫിന്റെ ബോണ്ട് തീർന്നു. ഞങ്ങള് 4 വർഷം തീർന്നപ്പോ ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. എന്നോട് വൈഫ് പറഞ്ഞു, ഞാൻ ജോലി ചെയ്തോളാം, അച്ചു കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടോട്ടലി ഞാൻ അവിടുത്തെ ജോലി വിട്ടിട്ട് ഞങ്ങൾ പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി, രേണുക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പം മലയാളികൾ തന്നെ ഞങ്ങളുടെ എതിരാളികളായി. മലയാളികൾ ഞങ്ങളോട് പറഞ്ഞു, ഫിലിപ്പേ, ഒരു ചുക്ക് ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ 10-16 വർഷമായിട്ട് കിടന്നിട്ട് ഒരു പയ്യന്മാരെ പോലും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഫിലിപ്പ് എന്നായി ചെയ്യാൻ? അപ്പോൾ അവിടെ ഗോസ്പൽ എക്കോയിങ് മിഷണറി സൊസൈറ്റിയുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഗോഡൌണിനകത്ത് ഇഷ്ടം പോലെ ട്രാക്ട് ഗോസ്പലുകൾ കടന്നു. ഞാനത് വിതരണം ചെയ്യാൻ തുടങ്ങി. ട്രാക്ട് വിതരണം ചെയ്തു, ഗോസ്പൽ വിതരണം ചെയ്തു. 4 വർഷം ഞാൻ ചെയ്തിട്ടും അവര് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഒറ്റ ഒരുത്തനെ പോലും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിരാശനായിട്ടിരിക്കുമ്പോൾ ഈ ജെംസുകാര് വിളിച്ചിട്ട് ഒരിക്കല് ഫാദർ SJ ബർക്ക്മാൻസ് അവിടെ വന്നു. ഒരു ദിവസം ബർക്ക്മാൻസ് എന്ന് പ്രസംഗിച്ചിട്ട് ആ ചാപ്പലിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്ന് എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. തമ്പി, നീ കവലപ്പെടാതെ പറഞ്ഞു, നീ ഒരു ബ്രേക്ക് ത്രൂ കാണാൻ പോകുന്നു.
ആൻഡ് ഹീസ് ആ പുള്ളി പറഞ്ഞ, ഞാൻ ഇന്ന് പ്രസംഗിച്ചതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യം അത് അതുപോലെ നടന്നു. അതിന്റെ പിറ്റേ വർഷം, ഒരു വർഷം തികയുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു മെക്കാനിക് രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവനൊരു ഭയങ്കര മദ്യപാനി. നമ്മുടെ കേരളം മദ്യപാനത്തിനൊട്ടും മോശമല്ല, എങ്കിലും ഗൻശ്യാമിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മള് മലയാളത്തിൽ പറഞ്ഞത് പൗവാന്ന് പറയാം, അല്ലെങ്കിൽ 5 പാക്കറ്റ് ഈ നാടൻ ചാരായം 5 പാക്കറ്റ് ഒരു ദിവസത്തെ കുറാക്ക് ഗൻശ്യാമിന്റെ. രാവിലെ 5:30 വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ രാത്രി 11:30 വരെ ഗൻശ്യാം വെള്ളം അടിക്കുവാൻ. പിന്നെ ഈ ബീഡിയുടെയും സുഹൃത്തിയുടെയും ഒന്നും ഒരു കണക്കുമില്ലായിരുന്നു. ഞങ്ങളുടെ സിറ്റിയിലെ ടാക്സി ഡ്രൈവർമാര് പറയുമായിരുന്നു, ദുനിയ ബദൽ സക്താ ഹെ ഗൻശ്യാം നഹീ ബദൽ സക്താ എന്ന് പറഞ്ഞാൽ ലോകം ചേഞ്ച് ചെയ്യും, പക്ഷെ ഗൻശ്യാം ഗുണപ്പെടത്തില്ലെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം അവനെ മാറ്റും. അങ്ങനെ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഓർക്കുന്നു, നിരന്തരം ആഴ്ച 3 വട്ടമൊക്കെ ഞങ്ങൾ പോയി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ പോയി അവരെ ബിൽഡപ്പ് ചെയ്തു. അവസാനം അവര് സ്നാനപ്പെട്ടു. അവരെല്ലാവരും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എവിടെയോ ജെംസിന്റെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് ഗൻശ്യാം എന്നോട് പറഞ്ഞു, ഭയ്യ, ഞാൻ ഇവിടെ മദ്യപിച്ച് പെണ്ണും പിടിച്ച് ഈ ഗ്രാമങ്ങളിലൊക്കെ നടന്നിട്ടുള്ളയാളാണ്. ആ പെണ്ണു പിടിച്ച ഗ്രാമങ്ങളിലും ഈ മദ്യപിച്ച ഗ്രാമങ്ങളിലും ഒക്കെ സുവിശേഷം അറിയിക്കാൻ നമുക്ക് പോകണം. അപ്പൊ 2001 ഞാൻ ആദ്യമായിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ആ സ്കൂട്ടറേല് ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പം എനിക്കൊരു ഗൈഡിനെ കിട്ടി. ഇവനെ ബൈബിൾ സ്കൂളിൽ വിടാൻ നോക്കത്തില്ല, കാരണം ഇവന് 3 പിള്ളേരുണ്ട്, പ്രായമായ പിള്ളേർ. അവരെ വീട് സന്ദർശിക്കണമെങ്കിൽ, അല്ലെ വീടിന്റെ സന്ധാരണം എന്ന് പറഞ്ഞാൽ 50,000 രൂപ 16,000 രൂപ മാസം ചെലവാണ്. അപ്പൊ ഇവനെ പറഞ്ഞ് ബൈബിൾ സ്കൂളിൽ വിട്ടാൽ ഇവരുടെ വീട് പട്ടിണിയായി. അതുകൊണ്ട് ഞാൻ ഇവനെ സ്കൂട്ടറെ വെച്ച് ട്രെയിൻ ചെയ്തു, വചനം പറഞ്ഞു കൊടുത്തു, വചനത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വളർന്നു 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 വന്നു. ഒരുപക്ഷെ ഞാൻ പറയും, ഞാൻ ഇവിടെ 30 പേരെ സ്നാനപ്പെടുത്തിയുള്ളൂ. അവനാണെങ്കിൽ 70-75 പേരെ വിശ്വാസത്തിൽ പിന്നീട് കൊന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു ഗൻശ്യാം. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റായ്പൂരിലെങ്ങാണ്ടൊക്കെ പോയി പ്രാർത്ഥിച്ചു, ഒരു ഡെലിവറൻസ് പ്രാപിച്ചു ഒരു ബ്രാഹ്മണ കുടുംബം ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പം അവന്റെ പേര് തിവാരി എന്നും അവിടെ പേര് ഡോളി എന്നും. ഡോളിയോട് ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് ഇനി പിള്ളേരുണ്ടാവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോളി, നീ പ്രാർത്ഥിക്കാൻ വാ, നമുക്ക് നോക്കാം. എല്ലാ ചൊവ്വാഴ്ച എൻ്റെ വൈഫിന്റെ ഹോളിഡേ ഉള്ള ദിവസം അവന്റെ ഭർത്താവ് അവളെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് പോയി. ഞങ്ങൾ 3 പേര് നിന്ന് പ്രാർത്ഥിക്കും. ഞാനും എൻ്റെ ഭാര്യയും ഈ ഡോളിയും കൂട്ടിരുന്ന് പ്രാർത്ഥിക്കും. 1 വർഷം പ്രാർത്ഥിച്ചു, ഒരു ചേഞ്ചുമില്ല. 1.25 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ദൈവാത്മാവ് എന്നോട് പറയുന്നതായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടു. ഞാൻ ഇവർക്ക് ഒരു മകനെ കൊടുത്തു, അവന്റെ പേര് അൻമോൾ എന്ന് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോളി, ദൈവം നിനക്കൊരു മകനെ തരും, അവന്റെ പേര് അൻമോൾ എന്ന് ഇടണം. അപ്പൊ തന്നെ 4 ഡോക്ടർമാര് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാര് പോലും ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞ് ഇനിയും നിനക്ക് കൊച്ചുണ്ടാവത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞത് ദൈവം അതുപോലെ തന്നെ ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയായി, അവർക്കൊരു മകനുണ്ടായി. ഇപ്പൊ അവരെനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞേച്ച് പിന്നെ അവന് ബാംഗ്ലൂരിലോ മദ്രാസിലോ എങ്ങാണ്ട് ജോലി ചെയ്യുന്നു. അതൊരു വലിയ അത്ഭുതമായിരുന്നു, ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഞാനും ഗൻശ്യാമും ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വീട്ടില് ഞങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോ അടുത്ത അയലോക്കത്തുനിന്ന് ഒരു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ആ വീടിന്റെ വാതിക്കൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ 7 മണിയായി, ഇരുട്ടി. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അതിനിടയ്ക്ക് ഒരു 8 കിലോമീറ്റർ വനമാണ്, നല്ല വനമാണ്. അപ്പൊ അതുകൊണ്ട് രാത്രിക്ക് മുമ്പ് സ്കൂട്ടറെ തിരിച്ച് വീട്ടിലെത്തണമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോന്നു. പിശാചിനത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ സ്കൂട്ടറിന്റെ ലൈറ്റ് കത്താതെ
ഇൻഡിക്കേറ്ററിന്റെ ബലത്തില് 8 കിലോമീറ്റർ ഞങ്ങൾക്ക് ഓടിക്കേണ്ടി വന്നു. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോ ഉണ്ട്, പിറ്റേ ദിവസം ഉണ്ട് ഈ പ്രാർത്ഥിച്ച ഈ ചെറുക്കൻ ഞങ്ങളെ തേടി വന്നേക്കും. അപ്പം ഇവനെയും കൊണ്ടുവന്ന് ഈ ഗൺശാൻ എന്റെ അടുത്ത് വന്നു. ഞാൻ എന്നെ പറ്റി അയാൾ പറഞ്ഞു, ഭയ്യ പ്രൈസലോട് നിന്നോടൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ പറ്റി? നമ്മൾ രണ്ടും കൂടെ പ്രാർത്ഥിച്ചില്ലയോ? ഞാൻ പറഞ്ഞു ആ, ഇവന്റെ ഭാര്യ 18 ദിവസമായിട്ട് കട്ടിലേ കിടക്കുക. ഈ 18 ദിവസം കട്ടിലേ കിടന്ന ഇവള് ഞങ്ങൾ പ്രാർത്ഥിച്ചേച്ച് പോന്നു കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം അവൾ എഴുന്നേറ്റ് അവൻ ആഹാരം വെച്ചു കൊടുത്തു. അവൻ ഞെട്ടിപ്പോയി. പ്രൈസലോ, അവൻ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു അവന്റെ അമ്മ ഒരു മന്ത്രവാദി, ഇപ്പോഴും മന്ത്രവാദം, ഈ പൈസയ്ക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോഴും അവള് ആ പുതുക്കി ചെയ്യുന്നുണ്ട്, ആ സ്ത്രീ ചെയ്യുന്നുണ്ട്. അവന്റെ അമ്മ ഇവരിപ്പോഴും ഹിന്ദുവാ. എന്നാൽ ഇവര് മനസ്സിലായി ഇവരുടെ അടുത്ത് ഇവര് സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. അങ്ങനെ അത്രിലാലും കുടുംബവും വന്നു. ഞങ്ങള് അപ്പം ഞാൻ അതുവരെ ഹിന്ദി ചർച്ചിൽ ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഇടയ്ക്ക്, എന്നാൽ ദൈവാത്മാവിനോട് പലപ്പോഴും പറയുന്നുണ്ട് സ്വന്തമായിട്ടൊരു സഭ തുടങ്ങ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഹിന്ദി പെന്തക്കോസ് ഉണ്ട്, അതിന്റെ കൂടെ കല്ലുമല ദൈവസഭയുടെ ഒരു ചർച്ച ഉണ്ട്. ഇതിനിടയ്ക്ക് മൂന്നാമത് ഞാനൊരു സഭ തുടങ്ങാൻ, ആകെ ഇട്ടവട്ടം പോലുള്ള ഒരു സ്ഥലം. ഞാൻ ദൈവം പറഞ്ഞ് കേട്ടു. എന്തായാലും ഞങ്ങൾ ഒരാഴ്ച ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച അത്രിലാൽ ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ വന്നു. അത് കഴിഞ്ഞ് എങ്ങോ പോയി രക്ഷിക്കപ്പെട്ടിട്ട് വന്ന് ഞങ്ങളുടെ ടൗണിലെ ഒരു കുടുംബത്തിൽപ്പെട്ട 6 പേരൂടെ വന്നു. അവര് വേറെ എങ്ങാണ്ട് പോയി രക്ഷിക്കപ്പെട്ടിട്ട് വന്നവർ. അവരൊരു ആരാധന തേടി നടക്കുവാൻ എന്നെ അറിയാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ കുടുംബം വന്നു. അങ്ങനെ 6 2 8 പേർക്ക് ഈ മലയാളികൾ, ഈ വെല്ലുവിളിച്ച മലയാളികളുടെ എല്ലാം കണ്ണിന്റെ മുമ്പിൽ ഞാൻ ബാപ്റ്റിസം നടത്തി. അതിന്റെ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യം, ഞാൻ ഈ സ്നാനം നടത്താൻ തയ്യാറായിട്ടിരിക്കുമ്പോണ്ട് ആകാശത്തുനിന്ന് ഉൽക്ക വീഴുന്ന പോലെ ഉണ്ട്. എന്റെ ഒരു സാറ് കുമ്പനാട്ട് എന്നെ പഠിപ്പിച്ച ബദനി അക്കാഡമിയുടെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഡോക്ടർ മാത്യു ചാക്കോയുണ്ട്. ആകാശത്തുനിന്ന് ഉൽക്ക വീണ പോലെ അവിടെ ഒരു കയ്യിൽ ഒരു സ്ലിംഗ് വിട്ടുകൊണ്ട്, ആ ഫിലിപ്പേ ഫിലിപ്പ് സ്നാനപ്പെടുത്തണം. ആ സാറ് നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ആദ്യത്തെ സ്നാനത്തിന്റെ സാക്ഷി ഡോക്ടർ മാത്യൂസ് ചാക്കോ ആയിരുന്നു. അപ്പം ഫിലിപ്പ് വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് ഒരു സാക്ഷി കേരളത്തിലുണ്ട്, അല്ലാതെ അധികം സാക്ഷികളൊന്നും കേരളത്തിലില്ല. അപ്പം അവിടെ നിന്ന് ആ ചർച്ച അങ്ങോട്ട് തുടങ്ങി. ചർച്ച് പതുക്കെ ദൈവം വളർത്താനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു കാര്യം 2003 എനിക്ക് മനസ്സിലായി, ബലവാനെ പിടിച്ചു കെട്ടാതെ ഒരു പരിപാടിയും നടക്കാം. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്തു, ഒരു ടീം തയ്യാറാക്കി. ഞങ്ങൾ 5 പേര് രാവിലെ 4 മണി മുതൽ 6 മണി വരെ അവിടെ എവിടെയൊക്കെ ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയൊക്കെ പൈശാചിക ആധിപത്യ അധികാരങ്ങൾ ഉണ്ടായിരുന്നു, ആരാധന അല്ലെങ്കിൽ അതുപോലുള്ള പൈശാചിക വ്യാപാര സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഞങ്ങൾ 52 ദിവസം നടത്തി. അപ്പം ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനുണ്ട് ഏജിയുടെ വർക്കിനായിട്ട് അവിടെ വന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വർക്കിന്. അപ്പൊ അവന് എന്റെ ഗ്രാൻഡ് സണ്ണായിട്ട് വരും, ഈ രാജേന്ദ്രന്റെ കൊച്ചമ്മയുടെ മോന്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ സുവിശേഷകരൊന്നും ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യും, നീ 10 പേരെ കടമെടുക്കാൻ പോകുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു 10 പേരെ എങ്ങനെ കടമെടുക്കും? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന 10 പേരെ എടുക്കണം. അപ്പം പറഞ്ഞു ചെയ്യാമെന്ന്. അപ്പൊ അവനൊരു ടീം ഉണ്ടാക്കി, അവരും പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 52 ദിവസം ഞങ്ങൾ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനെല്ലാവരും അവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും സാക്ഷിയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ അത്ഭുതങ്ങൾ, വണ്ടേഴ്സ് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എന്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു, അച്ചു ജനറൽ വാർഡിലെ പേഷ്യന്റിനെയും കൊണ്ട് പുറത്തേക്ക് മുട്ടി. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? എന്റെ അച്ചു 32 പേഷ്യന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവിലുണ്ട്. ഓടി നടന്ന് എന്റെ തുട വരെ വേദന എടുക്കുക. ഞാൻ ആ പിറ്റേ ദിവസം കഞ്ചാവിനോട് പറഞ്ഞു, നമ്മള് നാളെ ആശുപത്രിയിൽ പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ രാവിലെ 5 മണിക്ക് അവിടെ ചെന്നപ്പം, അപ്പം ഗാർഡിനറിയാം ഇത് സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്, അതുകൊണ്ടൊന്നും വഴക്കൊന്നും പറഞ്ഞില്ല.
ഞങ്ങൾ ആശുപത്രിക്ക് അകത്ത് കയറിയില്ല. ആശുപത്രിയുടെ വെളിയിൽ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനെ ചുറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തില് ഇവിടെ അധിവസിക്കുന്ന രോഗത്തിന്റെ ആത്മാവ് വിട്ടുമാറണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സുമ രാത്രി ചിരിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്നടി ചിരിക്കുന്നേ? അച്ചു 32 4 പറഞ്ഞു. സുമയുടെ കൂടെ ഒരു സൂസി സിസ്റ്റർ ഉണ്ടായിരുന്നു, മലയാളി, ഒരു കത്തോലിക്കായി. സൂസി സിസ്റ്റർ പറഞ്ഞു, എടി സുമേ, ഒരു രസവും ഇല്ല. എന്തോ ചേച്ചി? ഓ, പേഷ്യന്റ് ഇല്ലെങ്കിൽ ഒരു രസമില്ലടി. അപ്പൊ പറയാനോ, സൂസി ചേച്ചിയോട് പറയാൻ നോക്കൂ, എന്റെ ഭർത്താവ് വന്ന് 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇണ്ടാൾഗോ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിച്ചതിന്റെ പരിണത ഫലമാണ് എല്ലാം ഇവിടുന്ന് പോയത്. അങ്ങനെ സ്പിരിച്വൽ വാർഫെയർ എന്താണെന്ന് ദൈവം അവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ സഭ വളർന്നു. സഭ വളർന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു മോഹം വന്നു. അപ്പം ഇന്ന് യേശു ദർബാർ മിർസാപൂരി നടത്തുന്ന ആ പാസ്റ്ററൊക്കെ അന്ന് അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല, അത്ര വലിയ അതിലെ പടർന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ദിവസം ഞാൻ വിളിച്ചു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു ദിവസം ഒരു മോഹം, ആമോസിങ്ങിനെ ഒന്ന് വിളിക്കണം. അപ്പൊ ആരാണ്ടൊക്കെ പറഞ്ഞു, ആമോസിങ്ങോ, വിളി ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല, വിളിച്ച കൺവെൻഷൻ നടത്താം. അപ്പം ഞങ്ങളുടെ വിശ്വാസികളെല്ലാം പാവപ്പെട്ടവരാണ്, എനിക്കാന്നേൽ ഒത്തിരി കടമുണ്ട്, എവിടുന്ന് നടക്കും? എന്നാൽ ശരി, വിശ്വാസത്താൽ ആമോസിങ്ങിനെ വിളിച്ചു. ഞങ്ങൾ 23,000 രൂപ 5 രൂപ പലിശയ്ക്ക് കടമെടുത്ത് ആമോസിങ്ങിന്റെ കൺവെൻഷൻ നടത്തി. അപ്പം കടം തന്ന AK സിംഗിനോട് ചോദിച്ചു, സാറേ എന്തിനാ ഈ പൈസ കടമെടുക്കുന്നത്? വണ്ടി വല്ലതും വാങ്ങിക്കാനാണ്, ലോണിന് ഞാൻ സഹായിക്കാൻ, ലോൺ എടുത്തു തരാം. ഞാൻ പറഞ്ഞു, അല്ലടേ, ഞാനൊരു ആധ്യാത്മിക സഭ നടത്താൻ പോവാ. അത് കേട്ടപ്പോ പുള്ളിക്ക് ഞാനൊരു വട്ടനാണെന്നൊരു തോന്നലുണ്ടായി. അതേശം ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി, അല്ല ഇവൻ സംഭവം കാര്യമായിട്ട് നടത്തി. അങ്ങനെ ആമോസിങ്ങിനെ വിളിച്ചു. ആമോസിങ്ങിന് യാത്ര ചെയ്യാൻ മാരുതി വാൻ, താമസിക്കുന്നിടത്ത് മീറ്റിങ്ങിന് പോകാൻ മാരുതി വാന, ഹോളിന്റെ വാടക എല്ലാം, മൈക്ക് സെറ്റ് എല്ലാം ദൈവം അറേഞ്ച് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസികൾ, ABCD അറിയാൻ വയ്യാത്ത വിശ്വാസികൾ, എല്ലാം ഈ അന്യജാതികളിൽ നിന്ന് വന്ന വിശ്വാസികൾ, ഒരുത്തരും ഈ പിന്നെ നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആരുമില്ല. അതുകൊണ്ട് ഈ രീതികളും തരിക്കുകളും ഒന്നും അറിയത്തില്ല, പഴക്കവും ഇല്ല ഇവർ. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത്, ഈ ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കല്ലുമലയുടെ വേറൊരു സഭയുണ്ട്. അവിടത്തെ അമ്മാമ്മമാര് വിളിച്ചിട്ട്, ഞങ്ങളുടെ അവിടുത്തെ ഒരു അമ്മാമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, രാജമ്മ, ഈ ഫിലിപ്പ് എങ്ങനെ അവിടെ കൺവെൻഷൻ നടത്തുന്നത്? ആ, കൺവെൻഷൻ നടത്തുന്നുണ്ട്. അവർ പൈസയ്ക്കൊക്കെ എങ്ങനെ വഴി? അത് പലിശയ്ക്ക് കാശ് എടുത്താണ് നടത്തുന്നത്. അത് കേട്ടത് കല്ലുമലക്കാരുടെ കാലിന്റെ കീഴിൽ നിന്ന് മണ്ണ് നിരങ്ങിപ്പോയി. അവരന്നേരം തന്നെ ആരുടെയോ കയ്യിൽ 6,000 ആണോ 8,000 രൂപ എനിക്ക് കൊടുത്തയച്ചു. അങ്ങനെ കൺവെൻഷൻ തീർന്നപ്പം അവര് തന്നൊരു 6,000 8,000 രൂപയുണ്ട്. ഞങ്ങളുടെ ചർച്ചില് സമുദായത്തിൽ നിന്ന് വന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു തൃപ്ത സിസ്റ്റർ എന്ന സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ 2,000 3,000 രൂപ തന്നു. ആ 10,000 രൂപ കൊണ്ടുവന്ന് AK സിംഗിന് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇപ്പൊ നീ ഒരു 10,000 രൂപ വാങ്ങിക്ക, അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഞാൻ പിന്നെ തരാം. അങ്ങനെ അവൻ പറഞ്ഞു, നീ സത്യത്തില് ഒരു ആധ്യാത്മിക സഭയാ നടത്തിയത് ഞാൻ കണ്ടു, നീ അതിന് പലിശയൊന്നും തരണ്ട, ഈ പൈസയ്ക്ക് നീ പലിശ തരണ്ട. അപ്പൊ പിന്നെ ശേഷിക്കുന്ന 13,000 രൂപയ്ക്ക് ഞാൻ 4 മാസം പലിശ കൊടുത്തു. അങ്ങനെ അവസാനം എന്റെ വൈഫിന്റെ PF എടുക്കുന്ന സമയത്താണ് അവസാനം ഞാൻ ആ 13,000 രൂപ അടച്ചത്. അങ്ങനെ രേണുക്കോട്ട് ദൈവം വലിയ വിസിബിൾ മിറക്കിൾസ്, രേണുക്കോട്ട് ചെയ്ത വിസിബിൾ മിറക്കിൾസിന്റെ ഒരു മിറക്കിൾ ഞാൻ ഈയിടയ്ക്ക് ആരാണ്ടോട് പറഞ്ഞു. ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. അതിങ്ങനെ നമ്മള് അടുക്കി ഒരു 10-80 പോയിന്റുകൾ എഴുതിയിട്ടാലേ ഓർക്കത്തുള്ളൂ. അതിനകത്ത് ഓർത്ത ഒരു പോയിന്റ് ഞാൻ പറയാം. ഞങ്ങൾ ഒരിക്കലും ഞാനും ഗൻശ്യാമും കൂടെ ഗ്രാമത്തിൽ പോവാം. അപ്പൊ അന്ന് ഞങ്ങൾ ഗ്രാമത്തിൽ പോകാൻ താമസിച്ചു. 11:30 മണിയാണ്, നല്ല ചൂടുള്ള സമയം. അന്ന് എൻ്റെ ഇരിക്കുന്നത് ഒരു വെസ്പ സ്കൂട്ടറാണ്. ഞാൻ ആദ്യത്തെ സ്കൂട്ടർ വിറ്റിട്ട് പിന്നെ എനിക്ക് 2ാമത് സ്കൂട്ടർ എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ വനമാണ്. ഈ വനത്തിൽ ഒരു കയറ്റം കയറി തീരാറായപ്പോ എന്റെ പുറത്ത് ഇവൻ
കുറെ ഇരുന്ന് തട്ടി. അപ്പൊ ഞാൻ ഓർത്തടാ, ഒന്നാമത് ലേറ്റ് ആ ഗ്രാമത്തിൽ സുവിശേഷം പറയാൻ പോകുന്നത്, രണ്ടാമത് ഇവൻ എന്റെ പുറത്ത് തട്ടുന്ന എന്താ സംഭവം. അപ്പൊ എനിക്ക് തോന്നി ഇവന് ബാത്റൂമിൽ പോകാൻ ഇത്ര പെട്ടെന്നായോ, 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വന്നേ ഉള്ളത്. എന്നെ വഴി ഭയ്യാജി ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഈ മലയുടെ മണ്ടവശം ഞാൻ ആ കയറ്റം കയറി എന്നെ നിരപ്പിന് ചെയ്തു. എന്നോട് പറഞ്ഞു ഈ ആകാശത്തെല്ലാം ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ക്യൂരിയോസിറ്റിയും ദേഷ്യവുമാ. ഞാൻ ഈ ആകാശത്തെല്ലാം നോക്കിയിട്ട് ആകാശം എല്ലാം ക്ലിയറാണ്, ഒരു മേഘത്തിന്റെ ഒരു ടുക്കിട പോലും ഇല്ല, ഒരു പീസ് പോലും ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞു തീർക്കാവുക, പിന്നെന്തോ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു തല പൊക്കി മേപ്പോട്ട് നോക്കാൻ. ഞാൻ തല പൊക്കി മേപ്പോട്ട് നോക്കിയപ്പോ ഈ കൈ എത്തി പിടിക്കാമോന്ന് തോന്നി. അത്ര അടുത്തല്ല എങ്കിലും ഈ മുറിയുടെ അല്ലെങ്കിൽ ഈ വീടിന്റെ അത്രയുള്ള ഒരു പീസ് മേഘം എന്റെ തലയ്ക്ക് മേളിലും. അപ്പൊ അവൻ പറഞ്ഞത് കേൾക്കണം. അന്നേരമാണ് ഞാനൊന്ന് ഞെട്ടിയത്. എന്ന് പറഞ്ഞ് കഴിഞ്ഞ 6 കിലോമീറ്റർ ആയിട്ട് ഈ മേഘം നമ്മുടെ കൂടെ യാത്ര ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങൾ പോകുന്നതിന്റെ കൂടെ ഞങ്ങളുടെ ദൈവം കൂടെ ഉണ്ട്. മേഘസ്തംഭത്തിൽ കർത്താവ് അരുളി ചെയ്തെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് അക്ഷരീയാർത്ഥത്തിലെ ജീവിതത്തിൽ മേഘത്തോടൊപ്പം ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന കാലയളവില് ഒത്തിരിയും ആ 9 വർഷം ഒത്തിരി സംഭവങ്ങളാണ്. ഒരിക്കലും ഒരു രാത്രിയില് അക്രമികള് ഞങ്ങൾ സുവിശേഷം പറയുന്നു എന്നറിഞ്ഞ് വർഷിപ്പ് നടത്തുന്നു എന്നറിഞ്ഞ് ഞങ്ങളുടെ വീട് തല്ലി തകർത്ത് പുറകിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. അത് ദൈവം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് 2002 ഞങ്ങള് എന്റെ ഫാദർ അസുഖമായിട്ട് ആശുപത്രിയിലായി, കങ്ങഴ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം കൂടി ഓടി നാട്ടിൽ പോകേണ്ടി വന്നു. നാട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് ഒത്തിരി നിൽക്കേണ്ടി വന്നു. അത് ഒത്തിരി സാമ്പത്തിക ബാധ്യതകളിൽ എന്നെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അനിയത്തി വരുന്നു എന്ന് എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ ഏറ്റവും ഉള്ള അനിയത്തി അന്ന് റക്സോളില് ഡങ്കൺ ഹോസ്പിറ്റലിൽ പഠിക്കുക. പുള്ളിക്കാരി വലിയ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എന്തോ ആവശ്യത്തിന് വന്നതാ. അപ്പൊ അങ്ങനെ വീട്ടിൽ വരുമോ. ഞാനപ്പം പറഞ്ഞു എൻ്റെ വൈഫിനോട്, സുമേ 26 വയസ്സായി, കുഞ്ഞിന്റെ കല്യാണം നടത്തണം. അപ്പൊ പൈസ എങ്ങുമില്ല, ഒരിടത്തും പൈസയില്ല. കുഞ്ഞു വന്നു. ഞാൻ ഹല്ലേലൂയ മലയാള മനോരമയ്ക്കകത്ത് തിരുവല്ലായി പോയി ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. 10 ലെറ്ററിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു മാട്ടിമോണിയലിനാണ്. അന്ന് എനിക്ക് ഇന്നും പോലെ ഓർമ്മയുണ്ട്, 250 രൂപ ആയിരുന്നു. 26 ഫോൺ കോൾ വന്നു. അപ്പൊ എന്റെ വീട്ടിലെ നമ്പരാ കൊടുത്തേക്കുന്നത്. എന്റെ ഫാദർ പറഞ്ഞു നിന്റെ അനിയത്തി കാരണം ഇവിടെ ആർക്കും ഇരിക്കപ്പുറത്തില്ലല്ലോടെ. അത് കഴിഞ്ഞിട്ട് ഗുഡ് ന്യൂസിന് വേണ്ടി കോട്ടയം ബസ് സ്റ്റാൻഡില് ചെന്ന് അവരുടെ ഓഫീസിൽ ചെന്ന്, അന്ന് ഞാൻ ഗുഡ് ന്യൂസിന്റെ ഒരു റിപ്പോർട്ടറൂടെ ഞാൻ മാഗസിൻ എടുത്തുകൊണ്ട് വന്ന് ആ പഴയ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കല്യാണാലോചന കിടക്കും. അന്ന് STD ഉള്ള കാലം. ഞാൻ ആ കണ്ട നമ്പറിൽ വിളിച്ചത് ചെറുക്കനാ കിട്ടിയത്. ചെറുക്കൻ പറഞ്ഞു എന്റെ ജ്യേഷ്ഠന് ഫോൺ ചെയ്യണം. പിന്നെ പുള്ളിയുടെ ജ്യേഷ്ഠന്റെ നമ്പർ ഒന്ന് ജ്യേഷ്ഠന് ഫോൺ ചെയ്തു. ആ ചെറുക്കൻ വന്നു, എന്റെ അനിയത്തിയെ കണ്ടു, അവന് ഇഷ്ടപ്പെട്ടു. അവരൊരു സ്ത്രീധനവും ചോദിച്ചില്ല, ഇഷ്ടമുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞു. കല്യാണം നടത്തി. ആ കല്യാണത്തിന് മിറക്കിളെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കള്ളം പറയുക. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തൂന്നും ഒക്കെ ഉള്ള ബസ്സുകൾ 5000 രൂപയ്ക്ക് 3 ബസ് വന്ന് ഓടി. ഞാൻ പറഞ്ഞു 5000 രൂപ ഒരു ബസ്സിനായുള്ളൂ എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ കള്ളം പറയുവാന്ന്. അങ്ങനെ ആ കല്യാണം നടത്തി. എന്റെ അനിയത്തി പിന്നെ അത് കഴിഞ്ഞ് ചുരുക്കി പറയട്ടെ, ഇന്ന് എൻ്റെ അനിയത്തി അമേരിക്കയിൽ ഡാളസിലുണ്ട്. അവിടെ ഒരു RN ആയിട്ട് ജോലി ചെയ്യുന്നു. ദൈവം അവളെ അവിടെ എത്തിക്കാനായിട്ട് ദൈവത്തിന് ഓരോ പരിപാടി ചെയ്യണമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത്, പൈസ സേവ് ചെയ്ത് വെച്ചില്ലേലും കല്യാണം നടക്കും. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു കല്യാണം നടത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഒരു ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ദൈവം കല്യാണം നടത്തുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു എൻ്റെ അനിയത്തിയുടെ ഏറ്റവും ഉള്ള അനിയത്തിയുടെ കല്യാണം. അങ്ങനെ ഞങ്ങള് രേണുക്കോട്ട് ജീവിക്കുന്ന കാലത്ത് അപ്പം ഞാനങ്ങ് ഈ 12 വർഷമായി ആ ഡിസ്ട്രിക്റ്റിലായപ്പോ ഞാനങ്ങ് മടുത്തു.
ഞാൻ കർത്താവിനോട് പറഞ്ഞു. അപ്പം ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റാ, എല്ലാ മാസവും ഫാസ്റ്റിംഗ് പ്രയറാ. ഓ, അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് പൈസ സ്വയമായിട്ട് കണ്ടെത്തണം. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ഒരു സംഘടനയെ സപ്പോർട്ട് ചെയ്യാനില്ല, ആ വീട്ടുകാരുമാരും സപ്പോർട്ട് ചെയ്യാനില്ല. അങ്ങനെ വന്ന പലപ്പോഴും കടബാധ്യതകൾ വർദ്ധിച്ചു. എന്നാലും ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, കർത്താവിന് വേറെ ഒരിക്കലും നിർത്തത്തില്ല, ഞങ്ങളെ ഗ്രാമത്തിൽ പോവാതിരിക്കത്തില്ല. ഈവൻ ഞാൻ ഇന്നുപോലെ ഞങ്ങള് സാധനം വാങ്ങിക്കുന്ന അരിയുടെ കടയിൽ നിന്ന് വരെ പൈസ കടം എടുത്തുകൊണ്ട് പോയി സുവിശേഷ വേലയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഞാനോട് പറയാം 100 രൂപ ഇങ്ങോട്ട് താ. ഞാൻ എന്തിനാ പൈസ ഇനി അങ്ങോട്ട് എഴുതി വെച്ചാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി പെട്രോൾ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു 100 രൂപ നാളെ കിട്ടും, ഇന്നത്തെ ദിവസം നാളെ കിട്ടത്തില്ല. അതായിരുന്നു എന്റെ പോളിസി, എന്റെ പ്രിൻസിപ്പിൾ അതായിരുന്നു. 100 രൂപ നാളെ വേണേ വരും, അത് എങ്ങനെയും വരും, പക്ഷെ ഇന്നത്തെ ദിവസം നാളെ കിട്ടത്തില്ല. അങ്ങനെ സുവിശേഷ വേല അവിടെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ പോകുന്നത് രാജസ്ഥാനാണ്. അപ്പൊ ഒരു ദിവസം എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, സുമേ, ദൈവം ഇനി നമ്മളെ വിടുന്ന രാജസ്ഥാനാണ്. അയ്യോ, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അയ്യോ, അവിടെ പിന്നെ മുള്ളും പറക്കാരെയും പിന്നെ വെള്ളമില്ലാത്ത നാടും പിന്നെ ഒട്ടകങ്ങളും ഉണ്ടെന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ വിട്ടാൽ ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരുമെന്ന്. അങ്ങനെ എങ്ങനെയായാലും ഞങ്ങളുടെ സഭ അത് വളരുക, ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാകും. മിറക്കിൾസ് ഡെയിലി നടക്കുന്ന സമയം. മിറക്കിൾസ് ഒന്നും എല്ലാം ഒന്നും പറയാൻ ഒക്കത്തില്ല. വരുന്നവരുടെ എല്ലാ ജീവിതത്തിൽ മിറക്കിൾ. ഭൂതങ്ങൾ അലറി ഓടുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഒരു രോഗി സൗഖ്യമായത് ഒരു ദിവസം ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കല് എന്നോട് വന്നിട്ട് ഒരുത്തം പറഞ്ഞു, നമുക്കൊരിടത്ത് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ സ്ത്രീ ആന്നേരുന്ന് കരച്ചിൽ കണ്ടപ്പോ എനിക്കൂടെ ഭയങ്കര കമ്പാഷൻ തോന്നി. അവര് കരഞ്ഞ് അവരുടെ ദേഹവും അവരുടെ ഇങ്ങനെ വെള്ളം പോലെ കണ്ണുനീര് ഒഴുകുക, ഇങ്ങനെ കണ്ണുനീര് ഒഴുകി അവരുടെ നെഞ്ചും ഇങ്ങനെ ഒഴുകി. ഇത് ഞാൻ ചോദിച്ചു, ഇവരിങ്ങനെ കരയാൻ എന്നാ സംഭവം? ഞാൻ നോക്കിയപ്പോൾ ഭർത്താവ് കട്ടിലോട് ചേർന്ന് കിടക്കുക. അപ്പൊ കർത്താവെ നീ സൗഖ്യമാക്കണം. ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ പോന്നു. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനേ അങ്ങോട്ട് തിരിച്ചു പോയില്ല. ഞാൻ 2 വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു വിശ്വാസിയോട് ചോദിച്ചു, അന്ന് നമ്മളൊരു കിടപ്പ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയില്ലയോ, അതെന്തുവായിരുന്നു സംഭവം? എന്ത് ചെയ്യ, പുള്ളി ഉണ്ടോ അതോ ചത്തുപോയോ? എന്നോട് പറഞ്ഞു, ഭയ്യ, ആള് സൗഖ്യമായി, ആള് തന്റെ കമ്പനി ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, എന്നായിരുന്നടേ പ്രശ്നം? എന്നോട് പറഞ്ഞു, എയ്ഡ്സ് രോഗമായിരുന്നു. എയ്ഡ്സ് പിടിച്ച് സീരിയസ് ആയതായിരുന്നു. എന്നാൽ അവിടെ കർത്താവ് ആ മനുഷ്യനെ കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ച് കമ്പനി ജോലി ചെയ്യിപ്പിച്ചു. ഇന്നോ മനുഷ്യൻ ജീവനോട്. അപ്പം അത്ഭുതങ്ങളോ ഒത്തിരി ദൈവം ചെയ്തു. ഞാനല്ലേ, ഒത്തിരി കാര്യം ഞങ്ങളെ കൊണ്ട് ദൈവം അവിടെ ചെയ്യിച്ചു. അങ്ങനെ രാജസ്ഥാന് ഞങ്ങൾ പുറപ്പെട്ടു. രാജസ്ഥാന് പുറപ്പെട്ടപ്പോൾ രാജസ്ഥാനിലെത്തി ദൈവം ഓരോ സ്ഥലത്തും അതിനനുസരിച്ച് ജീവിതങ്ങളെ ഒരുക്കി തന്നു. അപ്പം ഞാൻ ചെല്ലുന്ന എൻ്റെ 3-ാമത്തെ ദിവസം ഞാൻ വിളിക്കാതെ ഒരു മലയാളി പാസ്റ്ററുടെ കൂടെ ഒരു പ്രവാചകൻ അവിടെ വന്നു. തിരുവല്ലക്കാരനൊരു പ്രവാചകൻ വന്ന പുള്ളി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നെ വ്യത്യസ്തമായ ഒരു വേലയ്ക്കാ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാൻ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഈ അജ്മീറിന്റെ ടൗണിൽ കൊണ്ടുവന്നു? അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ കൊണ്ടുവന്നു. അപ്പം പിശാച് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പിശാചിന് മനസ്സിലായി ഇവൻ നമുക്കിട്ട് പണി തരാനാ വന്നെ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടുകളിലൊന്നും പിശാച് 9 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ വാടക വീടുകൾ തന്നെ അനേക വീടുകൾ 11 വർഷത്തിനിടയ്ക്ക് 8 or 9 വീടുകളുമാണ്. ഞങ്ങൾക്ക് മനസ്സിലായി ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ 2008 സത്യത്തില് അതിനൊരു യാഥാർത്ഥ്യമായ ഒരു വഴി ദൈവം ഒരുക്കിയത്. ആ വർഷം ആ പട്ടണത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ടെറസിൽ കയറുവാണ്. ടെറസിൽ കയറിയിട്ട് ആദ്യം നടന്ന് പ്രാർത്ഥിക്കും, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം 2 വീട് ജോയിന്റ് ചെയ്ത ടെറസ്. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പോകുമ്പം ഞങ്ങളുടെ വീടിന്റെ ഉടമസ്ഥന്റെ ടെറസിൽ പോവാം,
അപ്പൊ എന്നോട് പറഞ്ഞു രാത്രിയിലെ ഫിലിപ്പ് അതിന്റെ മണ്ടയ്ക്കൂടെ നടക്കുമായിരുന്നു. ഞാനോടത്ത് വല്ല കള്ളനുമായിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ആന്റി ഇല്ല, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വരെ വന്നത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ട് ഏകദേശം ഒരു 10 വർഷം പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായിട്ട് ദൈവം അവിടെ വളരെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ അവിടുത്തെ ഫൈറ്റ് അല്ലെങ്കിൽ അവിടെ വന്ന ഒറ്റ ഉപദേശിയെയും നേരെ വിട്ടിട്ടില്ല. ഞാൻ എന്നൊരു ഉദാഹരണം പറയാം. എന്റെ ഓർമ്മയിൽ അത് മലയാളിയായിരിക്കുന്ന ചേത്തക്കൽ റെജിയായിരുന്നു, ആരാരും ഓർക്കുന്നില്ല. ചേത്തക്കൽ റെജിയാണെന്ന് എന്റെ ഓർമ്മ. പ്രവാചകൻ. ഒരു ദിവസം ഞാൻ അവനെ കൊണ്ടുവിടാനായിട്ട് കാർ ഓടിച്ചോണ്ടിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു മോനെ ചോദിച്ചോടാ. അച്ഛാ സത്യം പറ, അച്ഛനൊക്കെ ഇവിടെ എങ്ങനെയാ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു എന്നാ മോനെ നീ അങ്ങനെ ചോദിക്കുക? എന്റെ അച്ഛാ കണ്ണടച്ചാ കാണുന്ന കാഴ്ചയൊന്നും അച്ഛനോട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, അല്ലാതെ ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നാളുകൾ ആത്മാവിൽ വളരെ ശക്തമായിട്ട് ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഇന്ന് അല്ലെ 2018 കഴിഞ്ഞ് ആ പട്ടണത്തില് ആ സ്കാറ്റേഡായി കിടക്കുന്ന പാസ്റ്റർമാരൊക്കെ ഇന്ന് സ്ഥായിയായി. എല്ലാവർക്കും സ്വന്തം പ്രോപ്പർട്ടിയായി, സ്വന്തം ചർച്ചായി. എല്ലാവരും തന്നെ നനച്ച്. അപ്പം നമുക്ക് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു പല ദൈവദാസന്മാർ ഈ പട്ടണത്തിലുണ്ട്, അവരെല്ലാം സ്കാറ്റേർഡ് ആണ്, അവരെല്ലാം മാനസികമായിട്ട് പ്രയാസത്തിലാണ്. അങ്ങനെ പലരെയും നമുക്ക് അപ്ബ്രിങ് ചെയ്യേണ്ടി വന്നു, പലരെയും നമ്മൾ ബാക്കപ്പ് കൊടുക്കേണ്ടി വന്നു. അവരിൽ പലരും ഇന്ന് നല്ല സ്ട്രോങ് ചർച്ച നടത്തുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. കാരണം കർത്താവെ അവിടെ പടവെട്ടിയതിന് അവർക്കെങ്കിലും അതുകൊണ്ട് നന്മ ഉണ്ടായല്ലോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിച്ചു. എങ്കിലും മോള് ചെറുപ്പം തൊട്ടേ ദൈവകൃപയിലായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം വഴികൾ തുറന്നു. അജ്മീറിൽ ചെന്നത് അവർക്ക് വർഷിപ്പിന് വേണ്ടി ദൈവം വഴികൾ തുറന്നു. അത് കഴിഞ്ഞ് പല മ്യൂസിക് ടീമുകളും വർഷിപ്പ് ടീമുകളോടൊപ്പം അവിടെ ചേർന്നു. അവസാനം അമിത് കാംബ്ലെ എന്ന് പറയുന്ന ദൈവദാസന്റെ ആത്മീയ മകളായി അവള് ആ മിനിസ്റ്റർ കോർഡിനേറ്ററായി. അവസാനം ഒരു വർഷിപ്പ് ബ്രിഡ്ജ് മ്യൂസിക്കില് പാടുന്ന ഒരു പാട്ടുകാരൻ ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്ത് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പൊ അവൾ അമേരിക്കയ്ക്ക് പോയി. ഇപ്പൊ അമേരിക്കയിലാണ്. മോന് അവനാ അജ്മീറില്. അപ്പൊ ഞങ്ങൾ ഈ സ്പിരിച്വൽ വാർഫെയർ ചെയ്യുമ്പോൾ പിശാച് ഒരു കാര്യം ചെയ്തു. അപ്പൊ ഞങ്ങൾക്കിട്ട് പണിയാൻ പറ്റാത്തതുകൊണ്ട് മോനിട്ട് പണിയാൻ തുടങ്ങി. അവൻ ദൈവസന്നിധിയിൽ നിന്ന് കുറച്ചൊക്കെ പുറകോട്ട് പോയി. എന്നാൽ ദൈവം അവനെ സന്ദർശിച്ച് അവനെ മടക്കി വരുത്തി. അങ്ങനെ ഏകദേശം 10 വർഷമായപ്പോ ദൈവാത്മാ പറഞ്ഞു ഗെറ്റ് ഇൻ ടു ദ വുഡ്സ്. എന്നോട് ഒരു പ്രോഫറ്റിക് ലേഡി പറഞ്ഞു ഗെറ്റ് ഇൻ ടു ദ വുഡ്സ് ആൻഡ് ഡു മിനിസ്ട്രി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ആ ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ കൂട്ടായ്മ തുടങ്ങി. 6-7 പേരെ സ്നാനപ്പെടുത്തി. അവിടെ അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ വിളിച്ചു. അവിടെ ഒരു 3 ദിവസം ക്രൂസൈഡ് നടത്തി. റീച്ച് അജ്മീർ എന്നും പറഞ്ഞ ഗീത അഗുരുല്ലോ എന്ന് പറയുന്ന ഒരു ദൈവദാസിയെ ഞങ്ങള് മിയാമിന്ന് വിളിച്ചു വരുത്തി. അവിടെ 3 ദിവസം മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബിഷപ്പ് വന്നു. ബിഷപ്പ് ജോസഫ് ഗെയിൻസ് എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ചർച്ചകളിലെ റിട്ടയർഡ് ഒരു ബിഷപ്പ് വന്നു. പുള്ളിയും അവിടെ 2-3 ദിവസം മിനിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി, കർത്താവിലേക്ക് മടങ്ങിപ്പോയി, കർത്താവിൽ ലയിച്ചു. അങ്ങനെ അവിടെ ചില ക്രൂസൈഡുകളും ചില മീറ്റിങ്ങുകളും നടത്തി, പ്രാർത്ഥനകൾ നടത്തി. അനേക ദൈവമക്കള് മുഴങ്കാലം അടക്കാൻ ആരൊക്കെ ദൈവസേനയിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നു. എന്നോടൊപ്പം മുഴങ്കാലം മടക്കിയത് ഏറ്റവും കൂടുതൽ അവിടെ മലയാളികളായിട്ട് ഏറ്റവും കൂടുതൽ മുഴങ്കാലം മടക്കിയത് തിരുവനന്തപുരത്തുകാരൻ ശശി പാസ്റ്ററായിരുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്ന ഒരു 10-13 ദിവസം ഞങ്ങളോടൊപ്പം താമസിച്ച് അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി. വേറൊരു പല മലയാളി ഉപദേശിമാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ആ പട്ടണത്തിൽ പ്രാർത്ഥനയുടെ ഭയങ്കര ആവശ്യമാണ്. ആ പട്ടണത്തിൽ വളരെ ചേഞ്ചുകൾ ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടയാക്കി തീർന്നു. എൻ്റെ വൈഫിനാണെങ്കിലും അവളുടെ ജീവിതത്തില് ഒരു പ്രൊമോഷൻ കിട്ടാനിടയായി തീർന്നു. അതിനപ്പുറമായിട്ട് അതുവരെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കഷ്ടതകൾ ഇച്ചിരി ലഘൂകരിക്കപ്പെടാൻ തുടങ്ങി. അപ്പം
UP-യില് ഞങ്ങള് വറചട്ടിയില് കർത്താവിന്റെ വേല ചെയ്തെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞ ആരും സഹായമില്ല, നല്ലൊരു വസ്ത്രം പോലും ഇല്ലാതെ, വണ്ടിക്കടിക്കാൻ പെട്രോൾ പോലും ഇല്ലാതെ ഒക്കെ ഇരിക്കുന്ന കാലയളവിൽ ഞാൻ ഇന്നൊന്നും പോലെ ഓർക്കുന്നു, UP-യിൽ ആകെ അവസാനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒഹായോ കൊളംബസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ലീലാമ്മ ആന്റി, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 4-5 പ്രാവശ്യമായിട്ട് $100 വീതം ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഓർമ്മയുണ്ട്. അത് 2003-4 കാലയളവിൽ അത് കടത്തിലൊക്കെ ഞങ്ങളിങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയത്താണ് ആ ഒരു കച്ചിത്തുരു പോലെ ആ സഹോദരി സഹായിച്ചത്. എന്നാൽ ഞങ്ങള് അജ്മീറിൽ വന്നപ്പോൾ ദൈവം പലരെ എഴുന്നേൽപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം എൻ്റെ കസിൻ ബ്രദർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മാച്ചൻ്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ മിനിസ്ട്രി ചെയ്യാനൊരു തൻ്റെ ഇടമായി. അങ്ങനെ അവിടെ മിനിസ്ട്രി ചെയ്തു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് മിനിസ്ട്രി എന്ന് പറയാൻ പലപ്പോഴും ഗ്രാസ് റൂട്ട് ലെവൽ മിനിസ്ട്രി ഇല്ലാഞ്ഞുകൊണ്ട് UP-യിൽ ഞങ്ങൾ കടന്നു വന്നിട്ട് വാരണാസി ബെൽറ്റിൽ ഞങ്ങളുടെ ശിഷ്യന്മാരും അവരുടെ പിള്ളേരും ഒക്കെ ചെയ്യുന്ന വേലയിൽ പലരെ സ്നാനപ്പെടുത്താനും, പലയിടത്ത് മീറ്റിംഗ് നടത്താനും, പലയിടത്ത് ഉണർവ് നടത്താനും, പലയിടത്ത് ഡെലിവറൻസ് മീറ്റ് നടത്താനും ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഈ യാത്രയ്ക്കൊക്കെ ഉള്ള പൈസയൊക്കെ ഞങ്ങളുടെ സ്നേഹിതരും ഞങ്ങളുടെ ബന്ധുക്കാരുമായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് അപ്പൊ പല സ്നേഹിതരും, നമ്മളെ ഒരു മലയാളികൾ ഇല്ലാത്ത നാട്ടിലാണെങ്കിലും ഉള്ള ദൈവമക്കളെല്ലാം സ്നേഹം തരുന്ന ദൈവമക്കളാണ്. രേണുകോട്ടെ അനുഭവം ആയിരുന്നില്ല അജ്മീറിൽ. ഒത്തിരി സ്നേഹം തരുന്ന ദൈവമക്കളായിരുന്നു. അവിടെ 91 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, സാമുവൽ നൂർ മസി എന്ന് പറയുന്നത്. അപ്പച്ചൻ നമ്മളെ കണ്ടാ മതി, അപ്പച്ചൻ നമ്മളോട് ദൂത് പറയും. അപ്പച്ചൻ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അപ്പച്ചൻ നമ്മളെ കാണുന്നതും ദൂതാ അടുത്തത്. നമ്മൾ ഓർക്ക് ഇങ്ങനെ ദൂത് പറയും, അത് കറക്റ്റായിട്ടുള്ള ദൂത് പറയാൻ വേണം. അങ്ങനെ പലരെ ദൈവയുടെ ആത്മീയത്തിലെ അപ്പന്മാരായി, അമ്മമാരായി, സഹോദരങ്ങളായി, ഹിന്ദുക്കൾ പോലും നമ്മളെ പല കാര്യങ്ങളിൽ പലതവണ പല സാഹചര്യങ്ങളിൽ സഹായിക്കാനായിട്ട് തുടങ്ങി. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആൾക്കാർ സഹായിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഞാൻ ഓർക്കുന്നു, ഞാനൊരു പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഉണ്ട്, റബ്ബർ കരിയിലയുടെ കൂടെ എൻ്റെ അമ്മ തുണി എല്ലാം തൂത്തുകൂട്ടി തീ വെക്കും. ഞാൻ പറയാം, അമ്മ ഇതെല്ലാം കൂടെ തീ വെക്കുന്നതെന്ന്. എടാ, ഇവിടെ ആരും പഴയ തുണി എടുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ വടക്കേ ഇന്ത്യയിലാണ് ആൾക്കാർക്ക്, രാജസ്ഥാനിലെ മരുഭൂമിയിലെ ആൾക്കാർക്ക് തുണി പോലും ഇല്ല. ഞാന് അന്ന് ഹല്ലേലൂയക്കകത്ത് എഴുതുന്ന കാലം, എനിക്ക് തോന്നുന്നു 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹല്ലേലൂയക്കകത്ത് ഫിലിപ്പ് ചാക്കോ അജ്മീർ എന്ന് പറഞ്ഞ് എഴുതുവാൻ. അപ്പൊ ഞാൻ ഒരു ക്ലാസ് ഒരു എഴുത്തെഴുതി, നിങ്ങൾ വസ്ത്രങ്ങൾ കത്തിക്കരുത് എന്നൊരു ലേഖനം എഴുതി. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു അവന്. എനിക്ക് ഇന്ന പോലെ ഓർക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഒരു മലയാളി പാസ്റ്ററിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെയുള്ള പട്ടിണിയും ദാരിദ്ര്യവും കണ്ടിട്ടുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് 13 കെട്ട് തുണി, 500 കിലോ തുണി അദ്ദേഹം അവിടുന്ന് കയറ്റി, അദ്ദേഹത്തിന്റെ ഗ്രാമം ഇവിടെ എന്നറിയത്തില്ല, വിതുര എങ്ങാണ്ടാന്ന് തോന്നുന്നു, അവിടുന്ന് പാഴ്സല് കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് TCIക്കകത്ത് എനിക്ക് അയച്ചു തന്നു. എന്റെ വീട്ടിൽ വന്നപ്പോ എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ തുണിയായി. വിതരണം എവിടെ ചെയ്യുന്നറിയത്തില്ല. കൊടുത്ത് ആൾക്കാർക്കില്ല, കഴിച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞ പോലുള്ള സ്ഥിതിയായി. ഞങ്ങളുടെ പുറയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് മതിയായി. പിന്നെ UP-ന്ന് ആൾക്കാരെ വിളിച്ചു, അവർക്ക് ഓരോ ബണ്ടിൽ കൊടുത്തു വിട്ടു. ഞാൻ പിന്നെ ആൾക്കാരുടെ പിന്നെ അഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് നേരിട്ട് അയച്ചു തരണ്ട, ഇന്ന അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക, അവർക്ക് തുണി ആവശ്യമുണ്ട്. അങ്ങനെ ഗ്രാമങ്ങളിൽ തുണി പോവാനായിട്ട് അങ്ങനെ ഒരു നോബിൾ കാര്യം കർത്താവ് അവിടെ ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അതുപോലെ പ്രാർത്ഥിച്ച് അനേകരെ സഹായിക്കാൻ, പ്രാർത്ഥനയിലൂടെ സഹായിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അജ്മീറിൽ താമസിക്കുമ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ മിക്കവഴും ബനാറസിലും ബിർസാപൂറിലും അതിന്റെ ചുറ്റളവുകളിലും വന്ന് ഞങ്ങളുടെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഞങ്ങളിൽ മുഖാന്തരം വിശ്വാസത്തിൽ വന്നവരുടെ വേലകളെ ബലപ്പെടുത്തി അവരോടൊപ്പം ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ രാജസ്ഥാനിൽ ഈ പറയുന്ന ചർച്ച് ഔട്ട്റീച്ച് വർക്കില്ലായിരുന്നു. എന്നാൽ ദൈവം ഉണ്ടാക്കിയത് ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു. ആ പട്ടണത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം വിശ്വാസികൾ കേൾക്കുന്നവരൊന്നും വിശ്വസിക്കത്തില്ല ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം.
പോരാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോരാട്ടം. വാ തുറന്നാൽ എവിടുന്ന തരത്തിൽ ഈച്ച വന്ന് നമ്മുടെ വായിക്കുക. ആ എടാ ഇത് കൊള്ളാമല്ലോ. അതിനെ പിന്നെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ നോക്കും. ഒരു ദിവസം ഒരു രാത്രിയില് ഒരു ചെറിയ കൂടിയവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വൈകിട്ട് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളൊരു ജൈനിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ഒരു കൊച്ചന്റെ ദേഹത്തു വേഗം വിസിലടിക്കുന്ന പോലെ ഒരു സൗണ്ട്. ഞാൻ പറഞ്ഞു ഇതെന്നാ സംഭവം. നോക്കിയപ്പം എനിക്ക് മനസ്സിലായി കുഴപ്പമാ സംഭവം. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ സംഭവം എന്തുവാ, ഞാൻ ചെന്നിട്ട് ഈ ജയിലി ഗേറ്റ് അടയ്ക്കും. അതും ഒരു തലവേദന. ഞാൻ പറഞ്ഞു എന്തുവായാലും കർത്താവേ ഇത് സംഭവം ഇതൊന്ന് മൂത്തു തരണം. അപ്പം എന്നോട് പറഞ്ഞ് ഞങ്ങൾ 6 പേരുണ്ടെന്നോ. അപ്പൊ എനിക്ക് മനസ്സിലായി 6 ജിന്നാണെന്ന് മനസ്സിലായി. അപ്പം അന്ന് രാത്രിയിൽ ആ ചെറുക്കനെ ദൈവം ഒരു 2 മണിക്കൂർ യുദ്ധം ചെയ്തത് എങ്കിലും ഒരു 11 മണിയായപ്പോ ആ ചെറുക്കനെ ദൈവം വിടുവിച്ചു. ആ ഭൂതം അവനെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് അതേ ചെറുക്കനെ പിന്നെയും കയറി പിടിച്ചു. അപ്പൊ ഞാൻ ഭൂതങ്ങളോട് ചോദിച്ചു, നിങ്ങള് പണ്ട് വന്ന ഗ്രൂപ്പാന്നോ അതോ പുതിയ ഗ്രൂപ്പാന്നോ? എന്നപ്പോ ഞങ്ങള് പുതിയ ആൾക്കാരാന്ന്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഉസ്താദിന്റെ കയ്യിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 31 പേരുണ്ടെന്നോ. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. ഇത്രയും ധൈര്യം കൊണ്ടാണോ നിന്റെ ഉസ്താദ് നടക്കുന്നത്? അങ്ങനെ പല വട്ടങ്ങളും പല പൈശാചിക ബന്ധനങ്ങളിലുള്ളവർ വിടുവിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അപ്പം മൾട്ടി ലെവൽ മിനിസ്ട്രി കർത്താവ് പല സ്ഥലങ്ങളിൽ ചെയ്യിച്ചു. അവിടുന്ന് ദൈവം പിന്നെ തിരിച്ച് 2016 UP കൊണ്ടുവന്നു. അപ്പം UP കൊണ്ടുവന്നപ്പോ പിന്നെ എൻ്റെ ഉള്ളിൽ ആ സുവിശേഷകന്റെ ആത്മാവ് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചർച്ച് പ്ലാന്റിങ് ചെയ്യണം. അപ്പൊ ഞാനൊരു ഗ്രാമത്തിൽ ഇങ്ങനെ തിരക്കി അപ്പൊ ഞാനൊരു പയ്യനെ കണ്ടുപിടിച്ചു. അവൻ ഈ നാഗപ്പൂരിലെ സജി ലൂക്കോസിന്റെ ബൈബിൾ കോളേജിൽ പഠിച്ച. ഞാൻ പറയടാ അങ്കിത ഇവിടെ വിശ്വാസികൾ ആരാധനയ്ക്ക് പോകാത്തായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഗ്രാമങ്ങളുണ്ട്. ഇവിടുന്ന് പോകാൻ നമുക്കൊരു 12 കിലോമീറ്റർ ഗ്രാമമുണ്ട്. അവിടെ കുറച്ച് വിശ്വാസികളുണ്ട്. ഇപ്പൊ എങ്ങും പോകുന്നില്ല. ഞാൻ ആ ഗ്രാമത്തിൽ ചെന്ന് ഇവരെ എല്ലാം കൂടെ തല്ലിക്കൂട്ടി നമ്മളൊരു സഭയുണ്ടാക്കി. അവരെല്ലാം ആരാധിക്കാൻ തുടങ്ങി. അവിടെ ഒരു ആരാധന തുടങ്ങി. അപ്പം ആ ആരാധന ദൈവം കണ്ട ഒരു ആരാധനയെന്നറിയാൻ വേണ്ടി അവിടെ ദൈവം പലപ്പോഴും അവരെ സഹായിക്കാനായിട്ട് പല ആൾക്കാരും സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. ചിലർ മെത്ത സ്പോൺസർ ചെയ്ത്, ചിലർ തുണി സ്പോൺസർ ചെയ്ത്, ചിലർ തേപ്പൂട്ടി സ്പോൺസർ ചെയ്തു. ആർക്കും 10 പൈസ ഒരു ചായക്ക് പോലും കൊടുക്കാത്ത ആൾക്കാർ പോലും ആ ഗ്രാമത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി പേഴ്സ് തുറന്ന സംഭവമുണ്ട്. എനിക്ക് ഇപ്പോഴും ഒന്ന് ഓർമ്മ. ഒരിക്കൽ ഞാൻ ചിരിച്ചു. എനിക്കൊരു തിമോത്തി പയ്യായ അറിയാം. പെട്ടെന്നൊന്നും ആർക്കും ഒന്നും കൊടുക്കാതെ പയ്യ 2 മെത്തയ്ക്ക് സ്പോൺസർ ചെയ്തപ്പോ ഞാനൊന്ന് ഞെട്ടി. അങ്ങനെ ആ ഗ്രാമത്തിൽ കർത്താവിന്റെ വേല ചെയ്ത് കഴിഞ്ഞപ്പോ അതൊരു 2 വർഷം കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു ഒറീസയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എങ്ങനെ അവിടുന്ന് ഒറീസയില് ബർഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അത് ബർഗഡ് കിടക്കുന്നത് കൽക്കട്ട ബോംബെ ഹൈവേ പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു സ്ഥലം. അവിടെ വലിയ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടൊരു സ്ഥലമാണ്. അങ്ങനെ ബർഗഡിൽ വന്നപ്പോൾ ബർഗഡിൽ അപ്പം ദൈവം ഒരു പ്രെയർ ഗ്രൂപ്പിനെ തന്നു. ഒരു 1-2 പേര് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇവിടുത്തെ നേഴ്സുമാരൊന്നും ആരാധനയ്ക്ക് പോകുന്നില്ലല്ലോ, എല്ലാവരെയും കൂടെ കൂട്ടി നമുക്കൊരു ആരാധന തുടങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ ഒരു ആരാധന തുടങ്ങി. 10-22 പേര് ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആരാധന മുന്നോട്ട് പോയി. അപ്പം അത് പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. ആരാധന 1 വർഷമേ മുന്നോട്ട് പോയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പിന്നെ വൈഫിനെ ഞങ്ങളുടെ പഴയ സംഘടനക്കാരെ തിരിച്ചു പിടിച്ചു. സുമാ സിസ്റ്ററെ തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് ലക്നോയ്ക്ക് പോയി. അപ്പൊ ഞാൻ കർത്താവിനെ ചോദിച്ചു, നീ ലക്നോയിൽ ഞങ്ങളെ രണ്ടിന് അപ്പൊ പല പ്രാവശ്യം ഞങ്ങളുടെ ലക്നോയിൽ ഒരു ജോണിയങ്ങളുണ്ട്. ജോണിയങ്ങൾ IPCയിലെ ഒരു പാസ്റ്റർ, സീനിയർ പാസ്റ്റർ. പുള്ളി അതിന്റെ IPC NRന്റെ ഒരു ട്രഷററോ എങ്ങാണ്ടൊക്കെ ഒരു പോസ്റ്റ് വഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങൾ എന്നോട് പറഞ്ഞു, ഫിലിപ്പ് ഇപ്പം ഒറീസയ്ക്ക് പോകുന്ന കൊള്ളാം, ദൈവം ഇനി ഒരിക്കൽ കൂടെ ഒറീസയിൽ നിന്ന് പിന്നെ ലക്നോയിൽ കൊണ്ടുവരുമെന്ന്. അപ്പൊ ഞാൻ ലക്നോയിൽ ചെന്നപ്പോ കർത്താവ് വിളിച്ചു, കർത്താവ് നീ ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ, തിരിച്ച് ഞങ്ങളെ ലക്നോയിൽ നീ എന്തിനാ കൊണ്ടുവന്നേ? എന്തായാലും 3 കാര്യങ്ങൾ ദൈവം ഇവിടെ ചെയ്യിച്ചു. ഒന്ന്, എന്റെ വൈഫിന് ഒരു സർജറി ചെയ്യണമായിരുന്നു. അത്
മെദാന്ത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അത് വിദഗ്ധമായിട്ട് ആ സർജറി ചെയ്തു. അതുപോലെ ഒരു കർണാടകക്കാരനായ പയ്യനായിരുന്നു. അതുപോലെ സേഫ് അല്ലെങ്കിൽ അത്ര നല്ല ഹാൻഡ് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആ സർജറി ചെയ്ത പിന്നെ ആ പ്രശ്നം പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ആ ഗ്രാമത്തിലുള്ള സഭ, അപ്പം ഞാൻ IPC ഏൽപ്പിച്ചിട്ട് പോയിട്ടും അവരെ കൊണ്ട് അത് നടത്താൻ പറ്റിയില്ല. 6 മാസം കഴിഞ്ഞ് ആ വിശ്വാസികളെല്ലാം പിന്നെ എങ്ങും പോവാതെ ഞാൻ തിരിച്ചു ചെന്നപ്പോൾ അവർ പറഞ്ഞു, അങ്കിൾ അത് ഒത്തിരി ദൂരെയാ, ഞങ്ങൾക്ക് ടാക്സി ഒന്നും പിടിച്ചു പോകാനുള്ള പൈസയില്ല, ഞങ്ങൾക്ക് ആ ചർച്ച് വരെ ചെല്ലാനുള്ള പൈസയൊന്നും ഇല്ല, എല്ലാ ആഴ്ചയിലും ഇവിടെ ആരെങ്കിലും വന്ന് നടത്തുകയായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ആരാധന നടത്തി. അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഹോള് ഞാനൊന്ന് ശരിയാക്കി തരാം. അപ്പൊ അവര് പറഞ്ഞു ഈ കിടക്കുന്ന സൈഡിലെ സ്ഥലത്ത് നമുക്കൊരു ഹോള് വെച്ചാലോ. ഞാൻ പറഞ്ഞു അതിന് പൈസയൊന്നുമില്ല, എന്നാലും വിശ്വാസത്താൽ അതിന്റെ നേവ് വെച്ചു. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, 6 പേരെ കൊണ്ട് അതിന്റെ അടിസ്ഥാനവും അതിന്റെ ഭിത്തിയും എല്ലാം കെട്ടി ടെറസ് വരെയായി. അപ്പോഴ് ഞാൻ പറഞ്ഞു ഇനി ആരോട് എന്നെ കൊണ്ട് ചോദിക്കാൻ വയ്യ, അത് അവിടെ കിടക്കട്ടെ. ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന് പൈസ തരാൻ ഉണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് ആരായിച്ചുകൊണ്ടിരുന്നപ്പോ വൈഫിന്റെ കൂടെ പഠിച്ച വൈഫിന്റെ ഒരു ചേച്ചി ചാറ്റനൂഗായിന്ന്, അമേരിക്കയിലെ ചാറ്റനൂഗായിന്ന് വിളിച്ചു, സുമ നിങ്ങൾ എവിടെ അടി? അപ്പം ഞങ്ങൾ ഒരു ചേച്ചി ഞങ്ങൾ ഇവിടെ ഉള്ളത് ആരാധനയല്ല എന്ന് വീഡിയോ കോൾ ഇതെല്ലാം കാണിച്ചു. ഞങ്ങളൊരു ഹോള് പണിതു, പക്ഷെ അതിന്റെ ചത്തിട്ടില്ല, അതിന്റെ ടെറസ് ഇട്ടില്ല, അതിന് പൈസയൊന്നുമില്ല. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, സുമ നീ പേടിക്കണ്ട, എന്റെ ശമ്പളത്തിൽ നിന്ന് ഇച്ചിരി പൈസ ഞാൻ എല്ലാ മാസവും അയച്ചു തരാം, നിങ്ങൾ അതിന്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ചേച്ചിയുടെ മാത്രം പൈസ കൊണ്ട് അതിന്റെ ടെറസ് ഇട്ടു, അതിന്റെ കതവ് വെച്ചു, അതിന്റെ അകത്ത് വാർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനു വേണ്ട ചെയർ വാങ്ങിച്ചു, അതിനുവേണ്ടി ഡെറി വാങ്ങിച്ചു. അങ്ങനെ ആ കാര്യം ഒരു നല്ല ഒരു ഗ്രാമ ചർച്ച്. അപ്പൊ അത് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ചർച്ച ആയിട്ട് വെച്ചില്ല, ഒരു വീട് ചേർത്ത് വെച്ചു. കാരണം ഇൻഡിപെൻഡന്റ് ചർച്ച് വെച്ചാൽ UP-യിൽ ഇപ്പൊ ഇടിച്ചു പൊളിച്ച് അവർ അയ്യത്തുകളെ. കാരണം ഇപ്പോഴെ UP-യിലെ സിറ്റുവേഷൻ കേൾക്കുന്ന വിശ്വാസികൾക്ക് അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഇന്ന് വേദപുസ്തകം പിടിച്ചോണ്ട് ഒരാൾ ബനാറസ് സിറ്റി കൂടി യാത്ര ചെയ്യാൻ, കറുത്ത വേദപുസ്തകം ഇങ്ങനെ പിടിച്ചോണ്ട് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നീ ധർമ്മ പരിവർത്തനത്തിന് പോകാൻ പറഞ്ഞിട്ട് പിടിച്ച് ചെയ്യില്ല. ഇതാ ഇന്നത്തെ UP-യുടെ സിറ്റുവേഷൻ. എനിക്ക് കറക്റ്റായിട്ട് അറിയാം, കാരണം ഞാൻ അവിടുത്തെ നരമ്പിന്റെ പൾസ് അറിയാവുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ഒരു വീട് ചേർത്ത് ഞങ്ങൾ ആ ഹോള് വെച്ചു. ആ ഹോളിൽ ഇന്നും പ്രാർത്ഥന നടക്കുന്നു, ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. അവിടെ ഒരു വേല അത് ദൈവത്തിന്റെ സമയത്ത് പിന്നെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല വാഹനം തന്നു. അങ്ങനെ 3 കാര്യം ദൈവം ചെയ്തു. അതുകൊണ്ടോടൊപ്പം ഞങ്ങളുടെ മകളുടെ കല്യാണം നടന്നു. അപ്പം മോടെ കല്യാണം ബർഗഡി വെച്ച് ഉറച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് UP ചെല്ലുന്നത്. അപ്പൊ പലപ്പോഴും ദൈവാത്മാവിനോട് ചോദിക്കും, നിന്റെ പൈസയുണ്ടോ? അപ്പൊ ഞാൻ പറയും, കർത്താവിനോട് പറയും എന്റെ പൈസയൊന്നും ഇല്ല. കർത്താവ് പറയും ശരി, മോളോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളുടെ വിവാഹം ഞങ്ങൾ ഒരു ബാങ്ക് ബാലൻസ് വെക്കാതെ അത്ഭുതകരമായിട്ട് ഹൈദരാബാദിലെ ഏറ്റവും നല്ലൊരു റിസോർട്ട് ഹോട്ടലിൽ വെച്ച് ആ കല്യാണം നടന്നു. ആ കല്യാണം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, പപ്പ അറിയാമോ? ഞാൻ പറഞ്ഞു എന്തുവാ? കല്യാണത്തിന്റെ സകല ചെലവും കഴിഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ FD ഇട്ടെന്നു. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് പൈസ കൊടുക്കാതെ 1 ലക്ഷം രൂപ അനേകരുടെ കൈ ദൈവം തുറന്നു. അനേകരും മുന്നോട്ട് വന്നു. 50,000, 1 ലക്ഷം, 1.5 ലക്ഷം വെച്ച് പല ആൾക്കാര് ആ മോളെ അറിയാവുന്നവരൊക്കെ വേണ്ടി കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹെഡേക്ക് ഇല്ലാതെ ആ കല്യാണം നടന്നു. അങ്ങനെ ഞങ്ങൾ UP-യിലുള്ള സമയത്ത് മോളെ കല്യാണം നടന്നു. അങ്ങനെ 4 കാര്യം കർത്താവ് അവിടെ വെച്ച് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ്, അപ്പൊ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഒറീസയ്ക്ക് ഒരിക്കലും പ്ലാൻ ചെയ്തില്ല, ഒറീസയ്ക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇനി പ്രായമൊക്കെ ആയി, ഞാൻ പറഞ്ഞു കർത്താവെ നേരെ സൗത്തിലൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ പലയിടത്തോട്ട് പോകാൻ ശ്രമിച്ചു, ഒരിടത്തും കർത്താവ് വിട്ടില്ല. ഒത്തിരി ശ്രമിച്ചു നോക്കി, എന്നാലും കർത്താവ് ഈ ഒറീസയിലെ ഈ സ്ഥലത്ത്, ഞങ്ങൾ ബർഗഡിലായിരുന്നു, 40 കിലോമീറ്റർ അപ്പുറത്താ, 40 കിലോമീറ്റർ ഇപ്പുറത്ത് കർത്താവ് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? അപ്പൊ എനിക്ക് മനസ്സിലായി,
പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പല സഭകളെ സന്ദർശിച്ച് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ഇവിടെ വേല ചെയ്യുന്നു. ഇവിടെ ഒറീസയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തുകാര് വേല ചെയ്താൽ ഇവിടെ ഒബ്ജക്ഷൻ ഇല്ല. അതേസമയം നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാർ വന്നാൽ ഇവിടെ അല്പസ്വല്പം ഒബ്ജക്ഷൻ ഉള്ള സ്ഥലമാണ്. എന്നാൽ അനേകർ വിശ്വാസി വരുന്നുണ്ട്. ദൈവം ഞങ്ങള് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളിൽ ദൈവം അവിടെ ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മദർ തന്നെ ഒരു നാട്ടിൽ, എൻ്റെ ഫാദർ 2 വർഷം മുമ്പ് കൊറോണ മുഖാന്തരം മരിച്ചുപോയി. ഞാൻ എൻ്റെ വീട്ടിലെ ഒറ്റപ്പുത്രനാണ്. എൻ്റെ മദറിനും ഫാദറിനും കൂടെ ഞാൻ ഒരു മോനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഞാൻ പോകുന്നത് എൻ്റെ ഫാദറിന് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. പപ്പായുടെ കണക്കൂട്ടലിലെ ഇതൊരു ഏറ്റവും താണ പണിയായിരുന്നു പപ്പായ ചിന്തിച്ച സുവിശേഷ വേല എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒരിക്കലും പപ്പ സഹായിച്ചിരുന്നില്ല. എന്നാൽ 2 വർഷം മുമ്പ് പപ്പ കടന്നുപോയി. ഇപ്പൊ മമ്മി മാത്രമേ ഉള്ളൂ. മമ്മി പക്ഷെ 83 വയസ്സായി. മമ്മി തനിച്ചായിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് കഴിഞ്ഞ നാളുകളിൽ എന്നോട് പറയുന്നത് നാട്ടിലേക്ക് മടങ്ങിപ്പോവുക. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അവിടെ ഫുട്ബോൾ കളിക്കുന്ന പോലെ പാസ്റ്റർമാരുള്ള നാടാ കേരളം, ഞാനിവിടെ കേരളത്തിൽ ചെന്നിട്ട് എന്നെ എടുക്കാനാ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അയക്കുന്ന സമയത്ത് മടങ്ങി പോകാനായിട്ട് ആഗ്രഹമുണ്ട്. ദൈവം അതിനു വേണ്ടി അവിടെ ചെന്നിട്ട് ഏത് മിനിസ്ട്രിയാ ദൈവം ചെയ്യിക്കുന്നതെന്ന് അറിയത്തില്ല. ഹീലിംഗ് മിനിസ്ട്രി ആണോ, അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ആണോ, അല്ലെങ്കിൽ ടീച്ചിങ് ആണോ, എവിടെയാ ദൈവം ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവം നാട്ടിലേക്ക് മടങ്ങിയാൽ അവിടെ ദൈവത്തിന്റെ സമയത്ത് ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ഉപയോഗിക്കും. കാരണം രാജസ്ഥാനിൽ ഉപയോഗിച്ച മണ്ഡലങ്ങൾ എനിക്കറിയാം, UP-യിൽ ഉപയോഗിച്ച മണ്ഡലങ്ങൾ അറിയാം. പിന്നെ ഒരു സഭയിലെ പാസ്റ്ററായിട്ട് ഇരിക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിന് അങ്ങനെ ഒരു നിയോഗമല്ല എന്നെ കുറിച്ച് ഉണ്ടായിരുന്നത്. എന്നാൽ അനേകര് ക്രിസ്തുവില് ഷൈൻ ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ അനേകര് ഞാൻ ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ കോടുകുളഞ്ഞി കുഞ്ഞുച്ചാനൊക്കെ പറഞ്ഞ ആ ദൂതുകളൊക്കെ എത്ര യാഥാർത്ഥ്യമായിരുന്നെന്ന് ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുന്നു. സത്യം പറഞ്ഞാൽ അവരെ പോലുള്ളവരെയൊക്കെ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അത് പൈസ ഒന്നും കിട്ടിയാൽ അതിനൊന്നും തുല്യമാകത്തില്ല. അതുപോലുള്ള അസറ്റായിരുന്നു ദൈവം ആത്മീയത്തിൽ വളരുന്ന കാലത്ത് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ നമുക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരുന്നത്. അതൊരു വലിയ മുതൽക്കൂട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇത്രയും നാളും ക്രിസ്തുവിന്റെ ദർശനം, അല്ലെങ്കിൽ കർത്താവ് എന്തിനു വിളിച്ചു, അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതം എന്ത് എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് ആദ്യം പറഞ്ഞ പോലെ പിശാചിന്റെ കഥ കേട്ട് പേടിച്ച എന്നെ 100 കണക്കിന് പിശാചുക്കളെ ഓടിച്ചു കളയുവാനായിട്ട് ദൈവം ഉപയോഗിച്ചു. അനേകര് വിടുതൽ പ്രാപിക്കുന്ന കാണും. ഞാനൊരു രോഗിയായിട്ട് ജനിച്ചു, എന്നാൽ ദൈവം പിന്നെ അനേക രോഗികളെ സൗഖ്യമാക്കുന്നത് കാണാനായിട്ട് ഇടയാക്കി തീർത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബർഗറിലുള്ള സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് എൻ്റെ കൂട്ടുകാരൊക്കെ നല്ലപോലെ കൺവെൻഷൻ പ്രാസംഗികരൊക്കെയാ. സന്തോഷ് കമ്പമ്പേട്ടും പിന്നെ നമ്മുടെ രാജു മേത്രയൊക്കെ എൻ്റെ കൂടെ പഠിച്ച് അവരൊക്കെ വലിയ കേരളത്തിൽ വലിയ വലിയ കൺവെൻഷൻ സ്റ്റേജുകളിൽ ഷൈൻ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊരിക്കലും കൺവെൻഷന് പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു 80 കിലോമീറ്റർ അപ്പുറത്തൊരു ചർച്ചില് അവരുടെ ജനറൽ കൺവെൻഷന്, അവരുടെ ഏരിയ കൺവെൻഷന് അവരിന്ന് പ്രാസംഗികൻ വന്നില്ല. അവസാനം എനിക്ക് അതിന് ഊഴം കിട്ടി. അങ്ങനെ 3 ദിവസം പുള്ളിക്ക് പകരമായിട്ട് അവിടെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ദൈവം ഇടവരുത്തി. അപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എൻ്റെ സാക്ഷി കേൾക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ അസാധ്യം കണ്ടിട്ട് അയ്യോ അത് നടക്കത്തില്ല എന്ന് മാത്രം എഴുതി തള്ളരുത്. ഞാൻ എൻ്റെ വേറെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ഞാൻ രാജസ്ഥാനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഞാൻ ടെറസയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ കയറുമല്ലോ. അപ്പം ഒരു പ്രാവശ്യം ടെറസിൽ കയറുമ്പോൾ
ഞാൻ രാത്രി 9 മണിക്ക് കറാച്ചിയിൽ നിന്ന് സിംഗപ്പൂരിനോ ഹോങ്കോങ്ങിനോ പോകുന്നൊരു ഫ്ലൈറ്റ് എന്റെ തലയുടെ മേളിൽ കൂടെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ്, ഞാൻ ഒരിക്കലും ഫ്ലൈറ്റ് കയറിയിട്ടില്ല. എന്റെ മദർ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, എന്റെ സിസ്റ്റേഴ്സ് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, എന്റെ വൈഫ് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഫ്ലൈറ്റ് കയറിയിട്ടില്ല. എന്റെ ഫാദർ ദുബായ് എയർപോർട്ടിൽ 16 വർഷം ജോലി ചെയ്ത മനുഷ്യനാണ്. അപ്പൊ പപ്പ അന്ന് ഫ്ലൈറ്റിന്റെ കീഴിലാണ് കിടന്ന് ആ 16 വർഷം ജോലി ചെയ്തത്. പക്ഷെ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവ്, നീ എപ്പോഴാ എന്നെ ഒന്ന് ഫ്ലൈറ്റ് കേട്ടത്? എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു, അതോ 14 ഓർക്കുന്നില്ല. ആ വർഷം, ഒരു വർഷം കർത്താവിനെ 18 പ്രാവശ്യം ആ വർഷം ഫ്ലൈറ്റ് കയറ്റി. 18 പ്രാവശ്യം ആ വർഷം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അസാധ്യമെന്ന് ചിന്തിക്കുന്നത്, അസാധ്യങ്ങൾ നടക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, എന്റെ മോള് വളർന്നു വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ വ്യക്തി ജീവിതങ്ങളിലെ പിൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ബാങ്കിലൊന്നും ബാലൻസ് ഇല്ലല്ലോ, നിന്റെ മോളെ എങ്ങനെ കെട്ടിക്കും? കേരളത്തിലെ മലയാളികൾ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒക്കെ കൊടുത്ത് കെട്ടിക്കുമ്പോൾ നിന്റെ എടുക്കാനില്ലല്ലോ, നീ നിന്റെ മോളെ എങ്ങനെ കെട്ടിക്കും? പക്ഷെ സമയം വന്നപ്പോ കർത്താവ് ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്റെ മോളോട് വന്ന് ഇങ്ങോട്ട് ചോദിച്ചു, അബ്ദേല, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച് അവിടെ കല്യാണം നടന്നു. പലരും എന്നോട് ചോദിക്കുന്നു, മോള് സ്റ്റേറ്റ്സിന് പോയെന്ന് ചോദിക്കും. നേഴ്സാണോ? ഞാൻ അവള് നേഴ്സ് ഒന്നുമല്ല, അവള് പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ്സിലുണ്ടെന്ന് പറയും. അപ്പൊ അവർക്കൊരു അത്ഭുതം, അതിങ്ങനെ എങ്ങനെ നേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ കല്യാണം നടന്നു, എങ്ങനെ അമേരിക്കയിലെത്തി? അപ്പം ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. അത്ഭുതങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ദൈവം. ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ജനിച്ച സംഭവം ഞാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ തുടർമാനമായിട്ടുള്ള എന്റെ ഹാർട്ടിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഞാൻ 14 വയസ്സായപ്പോ എന്റെ ഫാദറിന് തോന്നി ഇവന്റെ ഹാർട്ട് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിക്കണം. അപ്പൊ അനേകരും ഇതിനിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളുടെ ഒരു ആന്റി, ആ ഡോക്ടേഴ്സിനെയൊക്കെ പഠിപ്പിച്ച ആന്റി ഇപ്പോഴും കുമാരപുരത്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. എന്റെ പപ്പായുടെ ഒരു കസിന്റെ വൈഫാ. പുള്ളിക്കാരി അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഹാർട്ട് ഡോക്ടറിന്റെ അടുത്ത് എന്നെ റെഫറൻസ് ചെയ്ത് വിട്ടു. ആ പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ദുബൈയിൽ എങ്ങാണ്ടാ ജോലി ചെയ്യുന്നതെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ഹാർട്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഈസ് ഓൾമോസ്റ്റ് ഓൾ റൈറ്റ്, ഹി ഡസന്റ് ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് എ പ്രോബ്ലം നൗ. നിങ്ങൾ ഈ പറയുന്ന യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന്റെ ഹാർട്ടിന് ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 വർഷം മുമ്പ്, ഒരു 7 വർഷം മുമ്പ് ഞാൻ അജ്മീറിൽ നിൽക്കുന്ന സമയത്ത് എന്റെ കാലിൽ ഇങ്ങനെ ഒരു പെരുപ്പ് വരുന്ന പോലെ തോന്നി. ആ പെരുപ്പ് തലയിലെല്ലാമായിട്ട് വ്യാപരിക്കുന്ന പോലെ തോന്നി. എനിക്ക് തോന്നി എനിക്ക് ഹാർട്ടിന് എന്തോ പ്രോബ്ലം വരുവോ, ഹാർട്ട് അറ്റാക്ക് വരുവോ ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് നേരെ ആശുപത്രിയുടെ കാഷ്വാലിറ്റി പോയി അഡ്മിറ്റായി. എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ടോട്ടൽ എന്റെ ഹാർട്ടിന്റെ കഴുത്തിന്റെ കരോട്ടിക് നെർവ്, അല്ലെ വാൽവ്, ഹാർട്ട്, ECG, TMT, കളർ ഡോപ്ലർ എല്ലാം എടുത്തു. എല്ലാം എടുത്തിട്ട് എന്റെ വൈഫിനോട് തന്നെ എന്റെ ടെക്നീഷ്യൻസ് പറഞ്ഞു, മാഡം ആപ്പി സാർ തോ ജവാൻ എന്ന് പറഞ്ഞാൽ സാർ ഇപ്പോഴും അതിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടോ, ഇപ്പോഴും സാറിന്റെ ഹാർട്ട് ജവാൻ ഹാർട്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഹൃദയം പോലെ ബീറ്റ് ചെയ്യുന്ന ഹൃദയമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ജനിച്ച എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമാണ്. അപ്പൊ നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ പലരും പറയും എൻജിയോപ്ലാസ്റ്റി ചെയ്യണം, എൻജിയോഗ്രാഫി ചെയ്യണം, പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ഇരിക്കുമെങ്കിലും സൗഖ്യമാകാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവനോടെ ഇന്നുമുണ്ട്. എന്റെ മദറ് കഴിഞ്ഞ പ്രാവശ്യം കോഴഞ്ചേരി ചെന്നപ്പോ മമ്മിയുടെ ഒരു സ്നേഹിത ചോദിച്ചു, മോൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അപ്പൊ മമ്മി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അവൻ ജീവനോടുണ്ടോന്നോ? അവനിപ്പൊ 57 വയസ്സുകൊണ്ട് 2 പിള്ളേരുടെ തന്തയുമാണ്. അത് കേട്ടപ്പോ ആ ചേച്ചി, ഒരു ഹിന്ദു ചേച്ചി, ആ ചേച്ചി ഒന്ന് ഞെട്ടിപ്പോയെന്നാ പറയുന്നത്. അപ്പം ദൈവത്താൽ അസാധ്യമായിട്ട് യാതൊരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മള് സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലും, കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടാലും, കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരാണെങ്കിലും
പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ പലപ്പോഴും ഞാൻ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ കനാല് കനാലിൽ ഒരു മാനേജർ വരുമാണ്. അദ്ദേഹത്തിന് ഒരു ഫിയറ്റ് കാർ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് ആ കാറിലൊന്ന് കയറാം. പുള്ളിയുടെ കൂടെ കാറിൽ കയറിയിരിക്കും. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ പോലും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. KLA 500 എന്നായിരുന്നു പുള്ളിയുടെ കാറിന്റെ നമ്പർ. ആ ഫിയറ്റ് കാറെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി പോകുമ്പോൾ ടൗണിൽ നിന്ന് വീട്ടിൽ വരെ ഇങ്ങനെ കയറിയിരിക്കും. കാരണം പുതിയ വണ്ടിയെ കയറാൻ. എന്നാൽ ദൈവം ഈ നോർത്ത് ഇന്ത്യ വന്നിട്ട് ആദ്യം ഒരു സ്കൂട്ടറോ സൈക്കിളോ പോലും ഇല്ലാതെ എനിക്ക് സ്കൂട്ടർ തന്നു, ബൈക്ക് തന്നു. അത് കഴിഞ്ഞ് ദൈവം വണ്ടി തന്നു. ഒരു ദിവസം ദൈവം വണ്ടി തരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു 2008 ആദ്യം പുറപ്പിനാന്ന് തോന്നുന്നു. ഞങ്ങളൊരു ഒരിടത്ത് ആരാധനയ്ക്ക് പോയപ്പോൾ ഒരു നമ്മുടെ ഹിന്ദിയിൽ ആക്രി പറക്കി വിൽക്കുന്ന, അല്ലെങ്കിൽ അത് വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അത് വാങ്ങിച്ചിട്ട് വിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ന് ഒരു പ്രവാചകൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ വൈഫിനോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾക്കൊരു വെളുത്ത കാറ് കിട്ടുന്നതായിട്ട് ദൈവം എന്നെ കാണിക്കുന്നു, മാരുതി കാർ. അപ്പൊ ഞങ്ങള് പറഞ്ഞടാ നമ്മുടെ 1000 രൂപ കൂടി കൊടുക്കാനില്ല, എവിടുന്നാ കാറ് വരുന്നത്? എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ദൈവം ഞങ്ങൾക്ക് പൈസ തന്നു, കാറ് വാങ്ങിച്ചു. 1-ാം തീയതി പുള്ളി തൂത് പറയുന്നു, 7-ാം തീയതി 8-ാം തീയതി ഞങ്ങൾ കാറ് വാങ്ങിക്കുന്നു. ഞാനോട് പറഞ്ഞു, ഭയ്യാജി ഞങ്ങൾ കാറ് വാങ്ങിച്ചു. അവൻ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, നീ എവിടാ നിൽക്കുന്നത്? അവനെ അവിടെ പോയി എന്റെ കാറെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പായസം ഈ റെഡിമെയ്ഡ് പായസം ഉണ്ടല്ലോ, റെഡിമെയ്ഡ് പായസം ഉണ്ടാക്കി ഞാൻ അവൻ കുടിച്ചോണ്ട് പറഞ്ഞു, ദൈവം എത്ര വിശ്വസ്തനാണ്. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, ദൈവം നമ്മളെ അറിയുന്നു എങ്കിൽ, നമ്മുടെ പേര് അവന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമാണ്. ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ സ്ട്രെസ് ചെയ്യുന്ന ഏറ്റവും വലിയ പോയിന്റാണ്, ദൈവം നീതിമാനാണ്. വിശ്വാസികൾ നീതിമാന്മാരായിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാ. നമ്മളെ ബന്ധക്കോസുകാരെ മിക്കവാറും 2 കാര്യം പറയും: രക്ഷിക്കപ്പെടണം, ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കും. കൂടുതൽ പറയും, കർത്താവ് വരും, നീ കൈവിടപ്പെട്ടു, നിന്റെ പേര് സ്വർഗത്തിലുണ്ടോ, നീ സാരപ്പെടണം. പക്ഷേ നീതിയെ കുറിച്ച് വളരെ കുറച്ച് ആൾക്കാരെ പ്രസംഗിക്കത്തുള്ളൂ. അതിന്റെ കാരണം എന്താ? നീതി പ്രസംഗിച്ചാൽ ദൈവം ചോദിക്കും, നീ നീതി ചെയ്യുന്നുണ്ടോ, നീതി പ്രവർത്തിക്കുന്നുണ്ടോ? നീതിമാനായി ദൈവത്തിന്റെ കാഴ്ചപ്പാട്, സഭയുടെ കാഴ്ചപ്പാടിലല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മളെ നീതിമാനായി ദൈവം കണക്കിടുന്നു എന്ന കാര്യത്തിന് ഞാൻ വളരെ ഊന്നൽ കൊടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ അടുത്ത കാലത്ത് ദൈവമക്കളോട് പറയാനിടയായി തീർന്നു, വാക്കിലല്ല, വചനത്തിന്റെ ആഴം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന വന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ സാക്ഷ്യം കേട്ട ദൈവമക്കളൊക്കെ പലർക്കും പല കാര്യങ്ങളും സംശയം കാണും. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ, പല പ്രാവശ്യം മരണം നിങ്ങളുടെ മുമ്പിൽ വന്നാലും അത് തട്ടി മാറ്റിയിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. അബ്രഹാം പറഞ്ഞ പോലെ, മകനെ ദൈവം കരുതിക്കൊള്ളും. നമുക്ക് ഒരു കരുതലുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. We don't serve a God who doesn't bother about us. അങ്ങനല്ല, ദൈവം നമ്മളെ കുറിച്ച് ബോധറേഷൻ ഉള്ളവനാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് വെളി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ കർത്താവിനെ വിട്ടിട്ട് പടകും കൊണ്ട് അന്വേഷിച്ചിട്ട് മീനെ കിട്ടാതിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരുന്ന കർത്താവാണ്. അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. അവന് നമ്മെ കുറിച്ചൊരു കരുതലുണ്ട്. നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ വന്നാലും ഒരു കാര്യം ഓർക്കണം, സമയത്തിന് മുമ്പ് മരണത്തിന് നമ്മളെ പിടിക്കുവാൻ കഴിയുകയില്ല, രോഗത്തിന് നമ്മളെ പിടിക്കുവാൻ കഴിയുകയില്ല, അപകടങ്ങൾക്ക് നമ്മളെ പിടിക്കുവാൻ കഴിയുകയില്ല. എവിടെ നാം ആയിരിക്കുന്നു അവിടെ ദൈവം തന്റെ ദൂതനെ അയച്ച്
നമ്മെ വിടുവിക്കും, നമ്മളെ വഴി നടത്തും. നമ്മൾ ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതെങ്ങനെ ചിന്തിക്കും. എന്റെ സാക്ഷ്യം ഞാനിവിടെ ചുരുക്കുക. ഇത്രത്തോളം നിങ്ങൾ എന്നെ കേട്ടത് കൊണ്ട് വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ആമീൻ. ദൈവകൃപയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. ഇത്രത്തോളം സമയം തന്ന അരോമ ടിവിക്കും അരോമ ടിവിയിലെ ദൈവദാസനും ഈ മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയും വളരെ ചിന്തനീയവുമായ നല്ല വാക്കുകൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകളിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വളരെ ഏറെ വ്യക്തികളെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം. ജന്മനാൽ ഒരു രോഗിയായി അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗിയായി വൈദ്യശാസ്ത്രം വിധി എഴുതി ജീവിച്ചിരിക്കയില്ല എന്ന് ലോകപ്രകാരം പറഞ്ഞുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ദൈവം മുൻ നിർണയിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവം ആ ഹൃദയത്തെ ദൈവത്തിന്റെ പുനഃസൃഷ്ടിയിൽ രൂപപ്പെടുത്തി ആരോഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയം, അതുപോലെ ഒരു ശരീരവും ഒരു മനസ്സും ഉടമയാക്കി കർത്താവ് ഈ ഭൂമിയിൽ വയ്ക്കുവാൻ, അയക്കുവാൻ, നിയോഗിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മർത്തോമ പാരമ്പര്യമാണ് പറയുവാനുള്ളതെങ്കിൽ ഇന്ന് ആമേൻ അനേക പ്രിയപ്പെട്ടവരെ തീയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ജീവങ്കലേക്ക് നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഉപയോഗിച്ച ഒരു ദൈവ മനുഷ്യനെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. സുവിശേഷത്തോട് ഇത്ര സ്നേഹവും ത്യാഗ മനോഭാവവും ഒരു ദാഹവും ഉള്ള ഒരു ആത്മാവ് ആ വ്യക്തിത്വത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആയുസിന്റെ നല്ലൊരു പങ്കും വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഗ്രാമങ്ങളിലേക്ക് പോയി യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ, അനേക രോഗികൾക്ക് സൗഖ്യം പകരുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, സുവിശേഷ വേലയ്ക്ക് നിയോഗിക്കുവാൻ, ശക്തമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, വളരെ മൂർച്ചയുള്ളതായ വാക്കുകൾ പറഞ്ഞ് പല ശുശ്രൂഷകളും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഉപയോഗിക്കുവാനിരിക്കുന്ന ഒരു വ്യക്തിത്വം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകളിൽ കാണുവാനും കേൾക്കുവാനും കഴിയുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒറീസയുടെ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് പിന്നെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ ഓടുവാൻ കർത്താവ് ആ കാലുകൾക്ക് ബലം പകരട്ടെ. അതിനാവശ്യമായിരിക്കുന്ന ഒരു പുതുക്കവും ഉന്മേഷവും ഉത്സാഹവും എപ്പോഴും കർത്താവിന്റെ ദാസനും കുടുംബത്തിനും തരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ ഓരോ ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം, ഈ ചിന്തകൾ കർത്താവിന്റെ ദാസനിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത് പ്രചോദനം പകരും, നിങ്ങൾക്കത് അനുഗ്രഹമായി തീർന്നു എന്നും ഞാൻ വിശ്വസിക്കുകയാകുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം വാക്കിലല്ല, വചനത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ശക്തിയിലേക്ക് നമ്മുടെ കേൾവി, നമ്മുടെ വിശ്വാസം ഇറങ്ങിച്ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേന്. നമുക്ക് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്കുള്ളതല്ല. ആമേൻ. പകരം ഇന്ന്, ഇപ്പോഴെന്ന് പറയുന്ന സമയമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആമേൻ ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. അങ്ങനെയായാൽ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ, ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെടുവാൻ്റെ കൂടെ ആയിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ള
സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഈ അവസരം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആമേൻ നിങ്ങൾ വിനിയോഗിക്കുവാൻ സന്നദ്ധരാകുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. യേശു നിങ്ങളെയും സൗഖ്യമാക്കട്ടെ. യേശു നിങ്ങളെ രക്ഷിക്കട്ടെ. ആമേൻ. ആകയാൽ ദൈവത്തിൻ്റെ ഈ വചന ആമേന് ചിന്തകളും അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യവും കർത്താവിൻ ദാസനോട് കേട്ടതായ ആലോചനകളും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ സമയങ്ങളെ വേർതിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകള് അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ ആത്മീയ, മാനസിക, ശാരീരികമായ മണ്ഡലങ്ങളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകേണ്ടതിന്, അവരുടെ സൗഖ്യം ഉണ്ടാകേണ്ടതിന്, അവരുടെ ആത്മാക്കൾക്ക് വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. കേൾവിക്കാരിൽ പല പ്രിയപ്പെട്ടവരും പല പ്രതിസന്ധികളിലൂടെ, വിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളായിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് കരയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജപ്തി നടപടികളുമായി ഭാരപ്പെട്ട് നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലിയില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, തലചായ്പൻ ഇടമില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കാൻസർ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അതുപോലെ ഡയാലിസിസ് രോഗത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേന്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആമേന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ആമേൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവർ, ആമേൻ. പലരുടെയും കുടുംബത്തിലെ മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ അടിമകളൊക്കെയായി ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ സ്വാതന്ത്ര്യത്തോട് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ രഹസ്യമായി വീടിന്റെ ഉള്ളിൽ ആമേൻ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. വിവിധ മതസ്ഥരായ പ്രിയപ്പെട്ടവര് അരോമ ടിവിയുടെ ഈ ചാനല് വാച്ച് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൊരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സർവശക്തനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് ഈ ടിവിയിലൂടെ കാണുന്ന എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങള്, നഷ്ടങ്ങള്, ദുരിതങ്ങള്, നെടുവീർപ്പുകള്, അവരുടെ കഷ്ടപ്പെടുന്ന അവരുടെ സാഹചര്യങ്ങൾ, മക്കളെ കുറിച്ചുള്ള തലവേദനകള്, യേശുവിന്റെ നാമത്തില് ആ പട്ടണത്തില്, ആ വീട്ടില്, ആ കുടുംബത്തില്, ആ സംഭവത്തില് കർത്താവ് ഒരു ചേഞ്ച് വരുത്തണമേ. ദൈവത്തിന്റെ ഈ വചനം ആരെങ്കിലും ആശുപത്രിയുടെ ബെഡിൽ നിന്നാണ് കേൾക്കുന്നെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം അയച്ച് ആ വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കണമേ. കടഭാരങ്ങളാൽ കഷ്ടപ്പെടുന്ന, നട്ടം തിരിയുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അവരെ വട്ടം കറക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവകരം ഇന്ന് പകല് കർത്താവ് ഈ വ്യക്തി ജീവിതത്തിലേക്ക് നീ അവിടെ നയിക്കണം, അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും നിരാശയില് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ മുന്നോട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ആശയുടെ നങ്കൂരം, ആശയുടെ ഒരു കിരണം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ദൈവത്തിന്റെ അത്ഭുതം, നിന്റെ വചനത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ ഹൃദയത്തിന്റെ മാംസപലകമേൽ, ഹൃദയങ്ങളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ഹൃദയത്തിന്റെ മേല്, കിഡ്നിയുടെ മേല്, ക്യാൻസറിന്റെ മേല്, ഓരോ പാൻക്രിയാസിന്റെ മേല്, യൂറൈറ്റിസ് പ്രോബ്ലത്തിന്റെ മേല്, എല്ലാ രോഗങ്ങളും കാണുന്ന ജീവിതങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. ആരെങ്കിലും സ്കിന്ന് ക്യാൻസർ ആയിട്ട്, ലങ് ക്യാൻസർ ആയിട്ട്, ബ്രെയിൻ ട്യൂമർ ആയിട്ട്, ആരെങ്കിലും നട്ടലിന്റെ കണ്ണിയകന്നവരായിട്ട്, ആരെങ്കിലും ഹല്ലേലൂയ ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരെ സൗഖ്യമാക്കണമേ. നിരദാസൻ ഹല്ലേലൂയ ഇങ്ങനൊരു മിനിസ്റ്റർ ചെയ്യുന്നല്ലോ, നിരദാസനെയും അധികമായി അനുഗ്രഹിക്കണം.
ദൈവ കൃപയിൽ കർത്താവ് സൂക്ഷിക്കണം. അനേകർക്ക് ഇതൊരു പ്ലാറ്റ്ഫോമായി, അനേകർക്ക് തന്റെ സാക്ഷ്യം പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളങ്ങളുടെ ദൈവമാണ്, വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. നിന്റെ കരുണയുടെ കരങ്ങൾ കണ്ടെത്തുവാൻ ഞങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നീ അവിടുന്ന് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ നല്ല ഓർമ്മകളും അനുഭവവും സാക്ഷ്യവും ചിന്തകളും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ച കർത്താവദാസൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കാവോടുള്ളതായ വളരെ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കൂടിയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com